നമസ്കാരം. 2025 ഏപ്രിൽ മാസം 25 വെള്ളിയാഴ്ച തിരുവനന്തപുരം ക്ലിഫ് ഹൗസിന് സമീപമുള്ള മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗുരുനാഥനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സാറിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. തിരുവല്ലയിൽ നിന്നുള്ള 30 സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും രക്ഷകർത്താക്കളും കായംകുളം ധ്വനി ഡാൻസ് സ്കൂളിലെ അംഗങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്മിത്ത് സക്കറിയായും എല്ലാവരും ചേർന്നുള്ള സിജു, പ്രതിഭ, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു നല്ല സംഘം. നമുക്കൊക്കെ പരിചയപ്പെടാം സാർ. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇരിക്കാം. ട്രിവാൻഡ്രം, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്ത പത്മനാഭപുരം, പത്മനാഭസ്വാമിയുടെ ദേശം. പുരം എന്ന് പറഞ്ഞാൽ ദേശം എന്നാണ് നമ്മളെത്തിയിരിക്കുകയാണ്. മലയാള പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറയാൻ ആളല്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ നമ്മൾ എത്ര മണിക്കാണ് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത്? നിങ്ങളുടെ പോകുന്നൊക്കെ വലിയ ടെൻഷനാണല്ലോ. എന്തോ ഇത് നമ്മൾ മലയാളത്തിന്റെ ഗുരുനാഥന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഇരിക്കൊണ്ട് നമ്മുടെ ഒരു മുത്തശ്ശന്റെ വീട്ടിൽ, നിങ്ങളുടെ മുത്തശ്ശന്മാരുടെ വീട്ടിൽ പോവോ, രണ്ടുപേരുടെ വീട്ടിൽ പോവോ? അപ്പൊ ഇതിനൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങള് അറേഞ്ച് ചെയ്തു നടക്കുകയാണ്. എന്നാ നമ്മൾ തുടങ്ങിയത് തിങ്കളാഴ്ച 21 തുടങ്ങി. പല പല സെഷൻസ്, എങ്ങനെ നമുക്ക് ചിരിച്ചുകൊണ്ട് എങ്ങനെ ലോകത്തെ നേരിടാം. പിന്നീടത്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സാറിനെ ഒന്ന് അറിയിക്കാൻ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് പറയുമ്പോൾ സാറിന് ഒരു സന്തോഷമാകുമല്ലോ. പിന്നെന്ത് പഠിച്ചു? വിൽ ഡ്യൂറന്റ് എന്ന ചരിത്രകാരനെ പറ്റി പഠിച്ചു. ഇന്നലെയാ പഠിച്ചത്. അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. എത്ര വോളിയുണ്ട്? 11 വോളിയം. പിന്നെ ഇന്നലെ പഠിച്ചത് നമ്മൾ എങ്ങനെയാണ് വസ്ത്രധാരണം. ഓരോ ജോലിക്കും നമ്മൾ പോകുമ്പോൾ എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, അമ്പലത്തിൽ പോകുമ്പോൾ അതൊക്കെ പഠിച്ചില്ലേ? ഇന്നലെ അത് പഠിച്ചു. പിന്നീട് നമ്മുടെ സോണിയ കൊച്ചമ്മ, സോണിയ ടീച്ചർ ഒരു ക്ലാസ് എടുത്താൽ എന്താണ് ബയോഡൈവേഴ്സിറ്റിയെ പറ്റി ഒരു ക്ലാസ് എടുത്തു. അങ്ങനെ നല്ല നല്ല കുറെ സെഷൻസ് എടുത്തു. അങ്ങനെ സംസാരിച്ചു. കവിതയൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്റെ വേണ്ടാത്ത ഉച്ചാരണ രീതിയിൽ കവിതയൊക്കെ കൊല്ലാനുള്ള ഒരു സാഹസം ചെയ്തു. അതൊക്കെ സാറ് സാധിച്ചത് കഴിഞ്ഞ് എന്നോടൊപ്പം നേരെ സംസാരിച്ചു, ഫോട്ടോയൊക്കെ എടുത്തു. അന്ന് സാറ് പറഞ്ഞു തിരുവനന്തപുരത്തൊക്കെ വരുവാണെങ്കിൽ അങ്ങോട്ട് കയറ്. സാർ ഒരിക്കലും പ്രതീക്ഷയാണെന്നില്ല ഇങ്ങനെ 10-40 പേരെ വിട്ട് വരുമെന്ന്. അതുകൊണ്ട് സാർ അന്ന് തന്നെ ആ ഒരു പ്രൊഫഷന്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഒരു മാസം മുമ്പ് വിളിച്ചപ്പോൾ സാറ് സന്തോഷപൂർവ്വം ഞാൻ ഡയറി നോക്കിട്ട് ഞാനെന്ത് ഫ്രീയാ, നിങ്ങൾ പോരെ. അതുകൊണ്ട് സാറിന്റെ ഭവനത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സാറിന്റെ കവിതകൾ അനേക ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് അച്ഛൻ പിറന്ന വീട്, ഇവിടെയാണ് അച്ഛൻ പിറന്ന വീട്. സാർ ഇവിടെയാണ്, സാറിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സാറ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ ചില കുട്ടികളൊക്കെ സാറിന്റെ കുറച്ച് കവിതകളൊക്കെ ചൊല്ലാൻ തയ്യാറായിട്ടുണ്ട്. അത് ചെയ്യണമോ? സാറിന്റെ വീടാണ്, സാറാണ് കാരണവർ. എങ്കിൽ പിന്നെ ആരാ ഓരോരുത്തരായിട്ട് വന്ന് ലിഖിത ഏതാ? ലിഖിത ചൊല്ലിക്കോ. അവര് തെറ്റുകളൊക്കെ സാറിനെ ഞാൻ പൈക്ക് ഹാൻഡ് ഓൺ ചെയ്യുക. ഇല്ലാന്ന് മനസ്സിലായി. വായിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ചന്ദ്രൻ ജോലിക്ക് പോകണം തോന്നുന്നുണ്ടോ? പറഞ്ഞോണം, അതൊക്കെ പറഞ്ഞോണം. ഇവിടെ ഒരു അപ്പൂപ്പന്റെ ഒരു മുത്തച്ഛന്റെ വീടാണെന്ന് വിചാരിച്ചു. പറ്റുമോ? ടീച്ചർമാരത് കയറി ഇരിക്കണം. രാവിലെ കയറിയിരുന്നോ? അല്ലെങ്കിൽ കുട്ടികളോട് എവിടെയെങ്കിലും ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് ആദ്യമായിട്ട് ആരാണ് പേടിയാണ്. കവിത, സാറിന്റെ കവിതകൾ ചൊല്ലാൻ ലിഖിതയാണ് ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ലിഖിത ആദ്യം സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സാറിനോട് പേരൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചേർന്ന് നിന്നു. ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തോന്നുന്നത്.
അല്ലേ? ലിഖിത ആണ്, KHI ആണോ? KHI ലിഖിത, എഴുതപ്പെട്ടവൻ. എഴുതാനുള്ളവൾ, ചരിത്രം എഴുതാനുള്ളവളാണ്. ലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത്, ദാറ്റ് വിച്ച് ഈസ് റിട്ടൺ. അപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട പേരാണ് ഇതെന്നർത്ഥം. അങ്ങനെയാണോ? ശരി, അടുത്ത തുടങ്ങാം. ബഹുമാനപ്പെട്ട ഈ മധുസൂദനൻ നായർ സാറിന്റെ നാരായണത്വ ഭ്രാന്തൻ എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വരികളാണ് ഈ കവിത നമ്മളുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. ഉള്ളിലത്തികോണിൽ കാറ്റുരഞ്ഞു തീചിറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല. വാഴ്വിച്ച് തുണ്ടിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പൊറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിതകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂകൻ, നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിലിക്കാലം ഒരു മന്ദുകാലുമായി തീകായുവാനിരിക്കുന്നു. ചേർത്തകൂനൻ കിണക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടി വലിയുന്ന ദിശയെട്ടു മുഖശാന്തിയുടെ മുട്ടുകൾ തിരിഞ്ഞു നടകൊള്ളുകേ. ഓർമ്മയിലൊരോടു വഴിവര രുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരോടു വഴിവര രുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. തെറ്റൊന്നുമില്ല, നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തു. മാത്രമല്ല സ്റ്റെപ്പിനൊക്കെ നല്ല റേഞ്ചാണ് കേട്ടോ. സംഗീതം പഠിക്കണം. പഠിച്ചില്ലല്ലോ? പഠിച്ചിട്ടുണ്ടോ? ഏതുവരെ പഠിച്ചു? 5 വർഷം ഒരു സ്ഥാപനത്തിൽ പഠിച്ചായിരുന്നു. പിന്നെ അതിനെപ്പറ്റി പഠിച്ചോ? വർണ്ണം പഠിച്ചോ? വർണ്ണം കുറച്ച് ഒന്നും പഠിച്ചു. അപ്പം പിടിക്കുകയാണ്, നല്ല പിടിക്കുകയാണ്, നന്നായിട്ട് ചെയ്യും. അത് എനിക്ക് എന്താ ഈ
ഇതിൽ കൂടെ തുറന്നു പാടിയാൽ കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ. മധുസൂദൻ സാറിന് നമ്മൾ കൊടുക്കുന്ന ദ ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ടൈം. ഇങ്ങനെ വീഡിയോ എടുക്കും. നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയം അനുഭൂമിയില്ലാത്ത പതിക, തുടർന്നാലും ഇടറാതെ തുടർന്നാലും ഇടറാതെ നിൻവീരഗാനം പൈതങ്ങൾ പാടും രാജഘട്ടത്തിലെ ഇടയുമേ അഗ്നിക്കു മുന്നിൽ, പൈതങ്ങൾ പാടും രാജഘട്ടത്തിലെ ഇടയുമേ അഗ്നിക്കു മുന്നിൽ, വെടികൊണ്ട പക്ഷിയൊന്നെവിടെയോ കതറുന്ന ചിറകൊച്ച ഇടയും പിന്നിൽ, തനിയെ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും അനുഭൂമിയില്ലാത്ത മതികൾ നിൻ ദൈവമേ അവനിൽ സ്നേഹമാം ദൈവം, അവനു പേരല്ലാഹു രാമൻ ഈശോ സത്യം, അവനാണ് അചഞ്ചലൻ ധീരൻ, ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. സാർ ഗാന്ധിയെ ഡിഫൈൻ ചെയ്തതാണ് ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. ഓ കൂടെ ഉച്ചത്തിൽ പാടും കേട്ടോ. ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാം. ഉച്ചത്ത് വർത്തമാനം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. പറയേണ്ടപ്പോ ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ പേശേണ്ടത് പേശേണ്ട രീതിയിൽ പേശണം. വേണ്ടേ? ശബ്ദം താഴ്ത്തേണ്ടത് നാമം താഴ്ത്തേണ്ട, ഉയർത്തേണ്ടത് ഉയർത്തുകയും വേണം. വേണ്ടേ? വേണം. അപ്പൊ അതിന് ചിലയിടത്ത് നമ്മൾ ശബ്ദം എങ്ങനെ വേണം ആലോചിക്കാം, അല്ലേ? പക്ഷേ പദ്യമൊക്കെ പാടുമ്പോൾ തൊണ്ട തുറന്നു തന്നെ പാടും. ചെറിയൊരു ഒതുക്കം ഞാൻ കണ്ടു. ഇവിടെ ആയതുകൊണ്ട് ഇനി ഇങ്ങയുടെ മുമ്പിൽ പൂപ്പന്റെ മുമ്പിൽ എന്ത് വിചാരിക്കും നോക്കട്ടെ. ധൈര്യമായിട്ട് പാടും. ധീരമാം ശബ്ദമേ കാന്തി. ധീരമായ ശബ്ദത്തിനാണ് സൗന്ദര്യം. ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. നിങ്ങൾ എല്ലാവരും ഈ കവിത കേൾക്കണം. ഗാന്ധിയെ ഡിഫൈൻ ചെയ്ത വളരെ സുന്ദരമായിട്ട്, ഗാന്ധിയെ പറ്റി അനേക പുസ്തകങ്ങളുണ്ട്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയ ഒരു കവിതയാണ് ഇത്. ഞാൻ അനേക കവിതാ പാരായണത്തിലൊക്കെ ചൊല്ലിയിട്ടുള്ളതാണ് കുതിരയൊക്കെ. അതുകൊണ്ട് അത് നിങ്ങൾ കേൾക്കണം. ഗാന്ധി എന്നുള്ള കവിത തീർച്ചയായിട്ടും കേൾക്കണം. നാരായണത്ത് ഭ്രാന്തന്റെ അവസാനം സാറൊരു പുതിയ മാനവനെ പറ്റിയുള്ള ഒരു വലിയൊരു പ്രത്യാശയാണ്. അവനിൽ നിന്ന് ആദ്യമായി വിശ്വപ്രഭ. അത് ശരിക്കും അത് എൻജോയ് ചെയ്യണം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. സാറിന്റെ കവിതയെ പറ്റി ഞാൻ കമന്ററി ഒന്നും പറയാനൊന്നും ഞാൻ ആളല്ല. ഞാൻ ഒട്ടും നോട്ട് എലിജിബിൾ ആയിനോ. അടുത്ത ആള് വന്നേ. അടുത്ത ആളാരാ വരുന്നത്? വയർപ്പിളർന്നൊഴുകും വിലാപവേഗം പോലെ വരൽ വരകൾ നദികൾ പരമ്പരകളൊക്കവർ വിലാപവേഗം പോലെ വരൽ വരകൾ നദികൾ പരമ്പരകളൊക്കവർ മുന്നിത ശിരസ്കാരം ചവിട്ടടി മറിക്കും പരിഷ്കാരദ്യകൾ ചിരിച്ചടി വിരിക്കും മഹാനഗ
അപരരക്ഷികൾ അൽപ്പിടിയർ ചീറി വരും ആകാശപാതകൾ അൽപ്പണം കായ്ക്കും കുഴലുകൾ പൊന്നു കാണിക്ക വഞ്ചിതം വാപിളർന്നു വരുന്ന ക്രിയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പൊന്നു കാണിക്ക വഞ്ചിതം വാപിളർന്നു വരുന്ന ക്രിയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറുകൾ പല നാടുകൾ പല നിറക്കൂറുകൾ പല പല നിറക്കൂറുകൾ പല നാടുകൾ തീർന്നില്ല ഒരു വഴി പഠിക്കണ്ട അത് വായിക്കും. ഇടയ്ക്ക് ഇലപൊഴിഞ്ഞ് എല്ലിച്ച ജീവിതക്കാടുകൾ. ഇലപൊഴിഞ്ഞ കാടെന്ന് കണ്ടിട്ടുണ്ട്. ഇലയെല്ലാം പൊഴിഞ്ഞ മരത്തിൻ്റെ കാട് കൊള്ളത്തില്ല. എലിത്തെറിയും മാത്രമേ അല്ലേ? അതുകൊണ്ടല്ല പാവപ്പെട്ട മനുഷ്യരങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ നാടും ഉണ്ട്, പക്ഷെ പാവപ്പെട്ട മനുഷ്യരിങ്ങനെ ഉണങ്ങി വരിക. അതാണ് അതുകൊണ്ട് രണ്ടുപേരും കൂടി ഇനി മുമ്പ് പഠിക്കണം, ഒരുമിച്ച് വരണം. രണ്ടുപേരും ബ്രൈറ്റായിരുന്നു. ഭാരതീയം, ഇന്ത്യയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് ഭാരതീയം. ഭാരതീയം പറയുന്നിടത്ത് പറയുന്നിടത്ത് എന്ന് പറയും. മനസ്സിലായി? എന്ന് പറയുന്നിടത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഒരുത്തം പതുക്കെ വന്ന് അടുത്ത് വന്ന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അടുത്ത് കൂടുതലടുത്തില്ല അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന് വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ എന്ന് പറയുന്നിടത്ത് എന്ന് പറഞ്ഞാൽ മതി, എന്ന് പറയുന്നിടത്ത് എന്ന് പറയരുത്. ഒരു തന്നെ ഓടിക്കണമെങ്കിൽ നമ്മൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ അടുത്തോട്ട് പോകും. അതാണ് നോക്കുന്നത്. അപ്പം അത് വേണ്ടില്ല. ഭാരതീയം എന്ന് പറയുന്നത് രണ്ടും ചുണ്ടും ചേർത്ത് അല്ല അല്ല എന്ന് പറയുന്നിടത്ത് എന്ന് തന്നെ പറയും. വേറെ വേറെ വേറെ. എന്ന് പറയുമ്പോൾ പല്ല് കൊണ്ട്, ഇത് നമ്മൾ പറയുമ്പോൾ പല്ല് തൊടും. ബൈലേബിയൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. രണ്ട് ചുണ്ടും മാത്രം ചേർത്ത് പറയും. അത് അങ്ങനെ പറഞ്ഞു തന്നെ പഠിക്കാം. പിന്നെ മുണ്ടിത ശിരസ്കാരമല്ല, മുണ്ടിത ശിരസ്കരാം. മുണ്ടിത ശിരസ്കരായ, ശിരസ് തല മുണ്ടനം ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ടടിച്ചു. മുണ്ടിത ശിരസ്കർ എന്ന് പറഞ്ഞാൽ തല മുട്ടയടിച്ചു. മുണ്ടിത ശിരസ്കരാം കൊച്ചിനെ പഠിക്കുമ്പോൾ തെറ്റാതെ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരിടത്തും നമുക്ക് തെറ്റൂല. കുട്ടിക്കാലത്താണ് ഒരിക്കലും തെറ്റാതെ പഠിക്കേണ്ടത്. അപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തെറ്റൂല. നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തെറ്റല്ല, ശരിയായി പറഞ്ഞു. ഇപ്പം മിടുക്കാരായിരിക്കട്ടെ. വലിയ പദവിയൊക്കെ എവിടെ കിട്ടും? സത്യം പറഞ്ഞാൽ ഐ ആം ഗെറ്റിംഗ് ഇമോഷണൽ. ഇത്രയും ടച്ചിങ് എക്സ്പീരിയൻസ് ലൈക്ക് എനിത്തിങ്. ഓ മൈ ഗുഡ്നസ്. ആരാ അടുത്ത? ഗീതാഞ്ജലിയാണോ? എൻ്റെ പേര് ഗീതാഞ്ജലി. ചമ്പക്കുളത്ത് ഫാദർ തോമസ് കോളേജ് എന്ന കവിതയാണ്. നിന്നെ കുറിച്ചാറ് പാടും ദേവി, നിന്നെ തിരഞ്ഞ
സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗേ, സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗേ, വരനാവ് താഴും വംശതീരങ്ങൾ നിന്നെഞ്ചിനുറവാറ് തേടും, നിന്നെഞ്ചിനുറവാറ് തേടും. ഇരുളും വെളിച്ചവും സമരേഖയാണെന്ന് മോഹിയും നേരം, ഇരുളും വെളിച്ചവും സമരേഖയാണെന്ന് മനിലഞ്ഞു ആദികൾ ചുമന്ന മധ്യയന്ത്രങ്ങൾ ജീവത്തെ ആഗാനമാമൃതത്തിനു നാവുന്നു. പൂങ്കുയിൽ അമ്ലബാഷ്പം തുടക്കേ ഇവിടെ തപസ്സിനാർക്കും, ഇവിടെ തപസ്സിനാർക്കും. ഹരിപാദ നഗരമൻ ഹൃദയത്തിലാടുമോ, ഹരചൂടമാംബോധം തുറക്കുമോ, ജീവന്റെ നിശ്ചലകമണ്ഡലു വളരെ കട്ടിയായ ഒരു പോയമാണ് എടുത്തത്. പ്രത്യേകം നമസ്കാരം. ഈ കവിത തിരഞ്ഞെടുത്ത് സാധാരണ ആരും ഒന്നും എടുക്കില്ല. നല്ല നല്ല സാറന്മാരാണ് നല്ല വഴി കാണിച്ചത്. പ്രയാസമുള്ള വഴിയാണെങ്കിൽ പോയാൽ ചിലപ്പോൾ അങ്ങോട്ടെത്താം. അപ്പം ഇത് പ്രയാസം നോക്കാതെ പോകുന്നത്. ഹരജടാചൂടമാം ബോധം, ബോധം തുരക്കുമോ, ജീവന്റെ നിശ്ചല കമണ്ടലും ഉളുമ്പുമോ, നീ ഉണർന്നൊഴുകുമോ ഗംഗേ. അപ്പൊ ഗംഗ എവിടുന്നാണ് ഒഴുകേണ്ടത്? ശിരസിൽ. ഏത് ശിരസ്? ബോധം. ആരുടെ? എന്റെ ബോധത്തിൽ. കണക്കല്ലേ അത് മനസ്സിലാക്കാം. ഇത് ചെറുതായിട്ട് മനസ്സിലാക്കാം. എൻ്റെ ബോധത്തിൻ്റെ അകം തുറന്ന് എൻ്റെ ബോധത്തിൻ്റെ കമണ്ടലു, ജീവന്റെ കമണ്ടലു നിറഞ്ഞ് അതിൽ നിന്ന് നല്ല തീർത്ഥം, നല്ല ചിന്ത, നല്ല മനസ്സ്, നല്ല വികാരം അത് ഒഴുകുമ്പോൾ ഗംഗ ഉണ്ടാകും. അതിനാണ് ആ കവി. മറ്റേ ഗംഗ അല്ല. മറ്റേ ഈ ഗംഗ ഏതാണ് ഗംഗ? നമ്മുടെ ബോധത്തിലെ ഗംഗ. അതാണ് ഗംഗ. അങ്ങനെയാണ് കവിത മനസ്സിലാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ കവിത കട്ടിയായാലും ചിലയിടത്തൊക്കെ തെന്നി. വഴി ശരിയല്ലാത്തതുകൊണ്ടാണ് തെന്നിയാണ്. നമുക്ക് മനസ്സിലാവും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിഞ്ച് കാലുകൾ പിഴച്ച് ഞാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായി മിടുക്കിയായിരിക്കട്ടെ. ഇനി ഗംഗാ കവിതയിലെ സാറ് ഗ്രേറ്റ് മൊമെന്റ്സ്. ഇനി ആരാ ഉള്ളത്? കൃഷ്ണ. ഒരു കലാകാരിയാണ്. ഡാൻസും അങ്ങനെ എല്ലാ പരിപാടികളുള്ളതാണ്. ഞാൻ തിരുവനന്തപുരം കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഞാൻ സാറിൻ്റെ നാറാണത്തെ കാന്തം എന്ന കവിതയിലെ ചില വരികളാണ് ആലപിക്കുന്നത്. ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരീ പ്രേതങ്ങൾ അലറുന്ന നേരം, പേയും പിശാചും പരസ്പരം തീവെട്ടിപ്പേറിയടരാടുന്ന നേരം, നാടങ്ങളിൽ സർവനാശനം വെട്ടുമ്പോൾ, ആഴങ്ങളിൽ ശ്വാസ തന്മാത്ര പെട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാനും. വീണ്ടും ഒരു നാൾ വരും, വീണ്ടും ഒരു നാൾ വരും, എൻ്റെ ചുരുളപ്പറമ്പിലെ കുടകുള്ളും നിസ്വാർത്ഥ സിംഹാസനങ്ങളെ കടമെടുക്കും. പിന്നെ എരിയുന്ന ജീവന്റെ ആനയിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിത ഭക്തരുണ്ടായി വരും. ഡിഗ്രി സെക്കൻഡ് ഇയറാണ്. അപ്പൊ എവരുടെയൊക്കെ ചേച്ചിയാണ്. നന്നായി.
ഇംഗ്ലീഷ് ചെയ്യട്ടെ, കുഴപ്പമില്ലോ. അത് എല്ലാ ഭാഷയും നല്ല ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചതാണ്. പറയാം, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എന്റെ പേര് ജോവാന. ഞാനിപ്പോ 5-ലോട്ട് പോവാ. 5 ഞാൻ സ്മൈലിംഗ് ഇൻഫെക്ഷൻസ് ഉള്ള പോയാ പറയുക. Smiling is infectious. You catch it like a flu. When someone contacts me, I started smiling too. I passed around the corner and someone saw my smile. Then he smiled, I realized I passed it on to him. If you see a smile again, don't leave it undetected. Let us start an epidemic. We can make the world infected. നല്ല സ്റ്റൈലായിട്ടൊന്നും ചെയ്യും. മാത്രമല്ല നമ്മൾ ആ പോയം റിത്മിക്കായിട്ട് നല്ല റിത്മിക്കായിട്ട് ഏത് ഭാഷയ്ക്കും സംഗീതം അല്ലേ, മ്യൂസിക്കുണ്ട്. ആ കൃത്യമായിട്ട് അതിൻ്റെ റിഥം ഒട്ടും ചോരാതെ നന്നായിട്ട് തന്നെ ചെയ്യും. കേട്ടില്ല. സൗണ്ട് കൂടത്ത്. ഐവിൻ. ഞാൻ മറ്റൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു. ചെവി കേൾക്കൂടാന്ന് വിചാരിച്ചുകൊണ്ടോ ഉറക്കത്തില്ല, കേൾക്കണം. എല്ലാവരും കേൾക്കണ്ട. നമസ്കാരം, ഞാൻ ശ്രീ മുരുകൻ പാപ്പാക്കുന്നത് നെല്ലിക്ക എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഇന്നത്തെ ചൊല്ലാൻ പോകുന്നത്. നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. നന്മകൾക്ക് നിറം കിടന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. നന്മകൾക്ക് നിറം കിടന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നലെന്നുണ്ണി. പൊന്നയായ പഴത്തിനുള്ളിൽ വിത്തുകളുണ്ണി, പൊന്നയായ പഴത്തിനുള്ളിൽ വിത്തുകളുണ്ണി. ദീപനാളം കണ്ടുപാടും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപാടും പ്രാണികൾ പോലെ. ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ. ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽക്കുഴികൾ, ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽക്കുഴികൾ. അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി. പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി, പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞു മറയുമ്പോൾ, മാറി നിഴലെരിഞ്ഞ ദീപമണഞ്ഞിടേ, മാറി നിഴലെരിഞ്ഞ ദീപമണഞ്ഞിടേ. നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വന്ന ചന്തമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. നല്ല തുറന്നു വേണം ആള് പിടിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയൊരു മടിയുണ്ട്. അവർ തനിച്ച് കളിക്കുമ്പോൾ ഇവരെല്ലാം ഇവർ മാത്രമായിട്ട് കളിക്കുമ്പോൾ നല്ല ശബ്ദമായിരിക്കും അല്ലേ.
അതുപോലെ ശബ്ദത്തിൽ നല്ല ശബ്ദം പറ്റും. സ്കൂളിൽ പഠിക്കുന്നു. ഇനി 4-ലോട്ട് പോകുന്നു. ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്ന കവിത ബാലനാരായണൻ നായർ എന്ന കവിയുടെ മണ്ണാങ്കട്ടയും കരിയിലെ എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. കരിയില ചോദിച്ചു മണ്ണാങ്കട്ടെ, കാശിക്ക് പോകണ്ടേ മണ്ണാങ്കട്ടെ, പോകണം പോകണം നമ്മൾ രണ്ടും, കാശിക്ക് പോകണം പുണ്യമുണ്ട്, രണ്ടാളും ഒന്നിച്ച് മാനത്തൂടെ കണ്ടും പറഞ്ഞു നടന്നു പോയി. ഇതൊന്നുകൂടെ പറയും, കുട്ടികളെല്ലാം താഴെ എടുക്കട്ടെ. കരിയില ചോദിച്ചു മണ്ണാങ്കട്ടെ, കാശിക്ക് പോകണ്ടേ മണ്ണാങ്കട്ടെ, പോകണം പോകണം നമ്മൾ രണ്ടും, കാശിക്ക് പോകണം പുണ്യമുണ്ട്, രണ്ടാളും ഒന്നിച്ച് മാനത്തൂടെ കണ്ടും പറഞ്ഞു നടന്നു പോയി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിരുന്നു. എന്തായാലും ചോദിക്കാറുണ്ടോ സാറിനോട്? ഇല്ല. ഇല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വലിയ സംസാരിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ചോദിക്കും. കുഴപ്പമില്ല, ചോദിക്കണം, ഒന്നുമില്ല, ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചു. വേണ്ടേ ടീച്ചർമാരെടുത്ത് ആരെടുക്കും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആളിനെ ഞങ്ങളെപ്പോലുള്ളവർ വലിയ ഇഷ്ടം. കൂടുതൽ ചോദിച്ചോണ്ടേ ഇല്ല. മോളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ മതി. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നല്ല വിഭാഗം. കുട്ടികളുടെ കൂടെ ബസ്സിൽ വന്നപ്പോൾ വെറുതെ ഒരു മോഹത്തിനൊരു പദ്യം ചൊല്ലി നമ്മൾ സാറ് പറഞ്ഞു സാറിൻ്റെ മുന്നിലൂടെ ഒന്ന് ചൊല്ലണം. പി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരിക്കൽ കൂടി എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും ചില വരികളാണ്. ഇത് മലയാള പാഠപുസ്തകത്തിലെ ഒരിക്കലും എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് സിലബസിലെ പാഠപുസ്തകത്തിൽ 8ാം. ഒരു കുടം തണ്ണീരുമൊക്കത്തു വെച്ചൊരാ കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി, ആ കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി, വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ, വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ, തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടിക്കുഴഞ്ഞിടുമ്പോൾ, അണയാത്തതെന്തവൾ വാനിൻ്റെ താഴ്വര തണലിൽ പതിരുമ്പോൾ വെള്ളവുമായി, അണയാത്തതെന്തവൾ വാനിൻ്റെ താഴ്വര തണലിൽ പതിരുമ്പോൾ വെള്ളവുമായി, ഒരു കുടം തണ്ണീരുമൊക്കത്തു വെച്ചൊര കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി, ആ കരിമുകിൽ പെൺകൊടിയെങ്ങു പോയി, പുലരിക്കിഴക്കന്നു വെള്ള വിരിച്ചപ്പോൾ പുറമേക്കു പോയതാണിന്നവളും, അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരമവൾക്കു വേണം, അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരമവൾക്കു വേണം, ഇടിമിന്നൽ കൺകോണും വിട്ടിച്ചു കൊണ്ടെങ്ങോ മുടി ചിക്കി നിൽക്കുകയായിരിക്കാം, അകലത്തമാനത്തു മഴവില്ലു പൂത്തപ്പോൾ മയിലാട്ടം ചെയ്യുകയായിരിക്കാം, ഇളനീലത്താരക പൂക്കൾ പറിച്ചു കൊണ്ടിളകി കുഴഞ്ഞാടി പോയിരിക്കാം, ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ട
അവളുടെ ഇമവെട്ടും നാട്യവും വേണ്ട വേണ്ട. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ കരിന്റെ മുത്തുള്ളി പല്ലു കാണാൻ. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ കരിന്റെ മലര കൊഞ്ചൽ കേൾക്കാൻ. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ വയലിന്റെ ചാഞ്ചാട്ടമൊന്ന് കാണാൻ. ഒരു കുടം വെള്ളത്തിലൊന്നു കുളിപ്പിച്ചാൽ അരുവിയിലോളങ്ങളോട്ടമാകും. ഒരു ഞൊടിക്കുള്ളിലായി ഇങ്ങണങ്ങിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം. ഒരു ഞൊടിക്കുള്ളിലായി ഇങ്ങണങ്ങിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം. വളരെ നന്നായി. ടീച്ചർ ബോട്ടണി ടീച്ചറാണ്. ബോട്ടണി എന്ന് പറയുമ്പോൾ എന്താണ്? സസ്യശാസ്ത്രം അല്ലേ? ആ ടീച്ചർ ഇപ്പം ചെയ്തിരിക്കുന്നത് ടീച്ചറുടെ ബോട്ടണിയെയും കവിതയെയും കൂടെ ഒരുമിപ്പിച്ചു. ഓരോ ചെടിയും ഓരോ കവിതയാണ്. ഓരോ ദിവസവും പുതിയ തളിര് വരും അല്ലേ? പൂ വരും. അതൊരു മെസ്സേജും തരും. എത്ര വെയിലേറ്റാലും എത്ര മഴ പെയ്താലും ഞാൻ വീണ്ടും തളിർക്കും, വീണ്ടും പൂക്കും. എല്ലാവർക്കും ഒരു മണം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗുണം കൊടുക്കും. അതാണ് കവിതയുടെ ധ്വനി. ഒരു കവിതയിലും നമ്മൾ നോക്കും തോറും വീണ്ടും വീണ്ടും എന്തെങ്കിലും കാണും. ഇപ്പോൾ ഇവിടെ ഒരു കറിവേപ്പില, അതവിടെ നിൽക്കുമ്പോൾ അത് പച്ചയിലയാണ്. ഇത് നുള്ളുമ്പോൾ അതിനൊരു മണമുണ്ട്, കഴിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. നല്ല കവിതയും അതുപോലെയാണ്. ഈ ടീച്ചർ കവിതയെ കൊണ്ടുവന്ന് ബോട്ടണിയാക്കി, ബോട്ടണിയെ എടുത്ത് കവിതയാക്കി. തിരഞ്ഞെടുത്ത കവിത പി ഭാസ്കരൻ മാഷയുടെ ഒന്നാന്തരം കവിത. ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധമാണ്, ചെടികളും മഴയും തമ്മിലുള്ള ബന്ധമാണ്. അതുപോലെ ഒരു പെണ്ണിൻ്റെ മനസ്സും മറ്റു ഈ കുഞ്ഞു മനസ്സും തമ്മിലുള്ള ബന്ധമാണ്. ഒരുപാട് ഗുണമുള്ള വിദ്യയാണ്. നല്ല ടീച്ചർമാരിക്കുന്നില്ല. ടീച്ചർ ബോട്ടണി മാത്രമല്ല പഠിപ്പിക്കുന്നത്, മനുഷ്യത്വം കൂടി. നല്ലൊരു ക്ലാസ് എടുത്തായിരുന്നു. കാട്ടിൽ പോയ അനുഭവങ്ങളും ഒക്കെ എടുത്ത് 2 ദിവസം കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് എടുത്ത് വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു ടീച്ചറുടെ നല്ല ക്വാളിറ്റി. വളരെ സന്തോഷം. ടീച്ചറിന്റെ മോള ആദ്യം ചൊല്ലിയ ലിഖിത. അതൊക്കെ വളരെ സന്തോഷം. നന്നായി. ഞങ്ങൾ അതിന്റെ സാരാംശം ഒന്ന് പഠിപ്പിച്ചാൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരു 2 വരി ചൊല്ലുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. എല്ലാം ഓവർട്ട് സാറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ക്ലാസ് ഇവിടെയാണ് ക്ലാസ് എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവരും അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ പലതും പറഞ്ഞ് അങ്ങനെയല്ലേ? അതോ വല്ലതും പഠിക്കണം? അത് വരട്ടെ. സാറേ അത് കൊടുത്താൽ പിന്നെ ഒരാൾ കളക്ട് ചെയ്ത് അത് കൊടുത്തേരാ സാറ്. പരിചയമൊക്കെ എന്താ കുട്ടികളോടൊന്ന് ഇനി വാ. നമ്മളെയാണ് മാറ്റേണ്ടത്. അതൊക്കെ ഇതിന്റെ കൂടെയുള്ള വിഷയമാണ്. ആദ്യം നമ്മളെ മാറ്റണം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങോട്ട് നയിച്ചു?
നമ്മൾ എങ്ങനെ വളർത്തി? എവിടേക്കും അടിയുടെ പ്രശ്നമല്ല, ഇവർക്ക് എന്തൊക്കെ കൊടുത്തു വളർന്നു. വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അധ്യാപകരും രക്ഷിതാക്കളും അറിയേണ്ടുന്ന പ്രശ്നമാണ്. അറിയില്ല, ഡസ്റ്റ്ബിനോ എനിക്കൊക്കെ പൊടിയൊന്നും താഴെ കളയല്ലേ ദേവി. കുഴപ്പമില്ല. ഞാൻ വെറും കുഴപ്പമില്ല 19 വരെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കല്ലേ. നടന്നതൊക്കെ ഞാൻ മാറ്റി പഠിപ്പിച്ചു. വെറും കുഴപ്പമില്ല. സപ്ലൈ കഴിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ച് പിന്നെ മാറ്റി പഴത്തൊലിയൊന്നും വലിയ ചെറിയ MSc അപ്പം തന്നെ മാറ്റിയെടുക്കും. മാറ്റി അപ്പം മാറ്റിയത് കൊണ്ട് നമ്മൾ മാറിയത്. അതൊരു അത്യാവശ്യം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അപ്പന്മാർ കുട്ടികളെ മാറ്റണം. അപ്പന്മാർ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്, അപ്പന്മാരും അമ്മമാരും മാറണം. ആദ്യം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൃത്രിമ ജീവിതമാണ്. എനിക്ക് മുമ്പ് തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൃത്രിമ ജീവിതം, അലസ ജീവിതം, സൗജന്യ ജീവിതം, കാരുണ്യ ജീവിതം ഒക്കെ കൊടുക്കും. ഇത് ശീലിച്ചു വരുന്ന കുട്ടി ആ മണ്ഡലത്തിൽ കൂടെ പോകും. ഒരു കുഞ്ഞെങ്ങനെ ജീവിക്കണമെന്ന് ഒരു സാധാരണ ജീവി, ഒരു പൂച്ചയോ അല്ലെങ്കിൽ പശുവോ പട്ടിയോ കിളിയോ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി നോക്കിയാൽ സാമാന്യം മനസ്സിലാവും. ആലോചിച്ച് നോക്കുന്നു. ഓരോ ജീവിയും ജനിച്ച് കഷ്ടിച്ച് പ്രാപ്തി നേടുന്നത് വരെ മാത്രമാണ് അച്ഛനമ്മമാർ കൊണ്ടുവരുന്നത്. പിന്നെ പറക്ക പഠിപ്പിച്ച് തീറ്റ കൊത്താൻ പഠിപ്പിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്യിച്ചു കൊടുക്കും. അത് പറന്ന് പോയിട്ട് വരണം. കുഞ്ഞിനെ എടുത്തോണ്ട് പറക്കുകയല്ലേ. ഇവിടെ 40 വയസ്സായാലും കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് അമ്മ ഓടും. 30 വയസ്സായവനെ ഒക്കത്ത് വെച്ചുകൊണ്ട് പോകും. അതല്ലോ, എപ്പോഴും അച്ഛനമ്മമാർ പുറകെ പോയി അവൻ്റെ ശാഠ്യങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുത്ത്, അവന് കൊടുക്കേണ്ടാത്തതെല്ലാം കൊടുത്ത്, കൊടുക്കേണ്ടത് കൊടുക്കാതെ അകംഭാവിയായിട്ടോ അലസനായിട്ടോ അല്പദൃഷ്ടിയായിട്ടോ വളർത്തും. എല്ലാവരും കേൾക്കാൻ തന്നെ ഞാൻ പറയും. കുഞ്ഞുങ്ങളെ ബുദ്ധിമാന്മാരായിട്ടും എല്ലാം എളുപ്പം കിട്ടുന്നവരായിട്ടും വളർത്താൻ പാടില്ല. കുഞ്ഞുങ്ങൾ ചെളി ചവിട്ടിയും മുള്ളുകൊണ്ടും ഇത്തിരി ഉരഞ്ഞും ഇത്തിരി വിശന്നും കൂടെ പഠിക്കണം. എന്നാണ് എൻ്റെ അഭിപ്രായം. മണ്ണിൽ ചവിട്ടാൻ അനുവദിക്കില്ല കൊച്ചുങ്ങളെ. സാധാരണ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആദ്യം തലയാണ് പുറത്തു വരുന്നതെങ്കിൽ തലയിൽ അപ്പം തന്നെ തൊപ്പി വെച്ചു കൊടുക്കും. ഇൻഫെക്ഷൻ വരരുത്. പുറത്ത് വന്നാൽ ഉടനെ ഷൂസ് കാച്ചു കൊടുക്കും. മണ്ണിൽ ചവിട്ടരുത്. മണ്ണിൽ തൊട്ടാൽ ദോഷമുണ്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന അച്ഛനമ്മമാരെ ആ പരുവത്തിലാക്കിയെടുത്ത ഡോക്ടർമാരും മോഡേൺ ജീവിതമാണ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എൻ്റെ വിരൽ മക്കൾ കണ്ടോ? ഈ രണ്ടാമത്തെ വിരൽ കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? ഈ പാദത്തിലെ വിരൽ വളഞ്ഞിരിക്കുന്നോ? നഖമില്ല അല്ലേ? ഈ വിരൽ നോക്കൂ, ഇതെങ്ങനെ പറ്റി? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ചെരുപ്പിട്ടിട്ടില്ല. ഏതാണ്ട് 18 വയസ്സ് വരെ ചെരുപ്പിട്ടിട്ടില്ല. 18 വയസ്സ് വരെ ചെരുപ്പിട്ടിട്ടില്ല. ദിവസം 14-15 കിലോമീറ്റർ 18 കിലോമീറ്ററോളം ഞാൻ നടക്കുമായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് പുസ്തകം കയ്യിൽ വെച്ച് വായിക്കുമായിരുന്നു. ടാറിട്ട റോഡല്ല, കല്ലും ചരലും കുഴിയും നടന്ന റോഡാണ്. ആ നടന്നു പോയി വായിക്കുമ്പോൾ എൻ്റെ കാല് കല്ലിൽ തട്ടും, മുറിയും. കല്ലിൽ തട്ടി മുറിയുമ്പോൾ അവിടെ പച്ചില വെച്ച് കെട്ടി വീണ്ടും നടക്കും. അങ്ങനെ മണ്ണിൽ നടന്നതിൻ്റെ അടയാളമാണ് ഈ 2 പേര്. ഞാനിപ്പോഴും കൊണ്ട് നടക്കുന്നത് കണ്ടോ.
ഈ മണ്ണിൽ നടന്നതുകൊണ്ട് മണ്ണിനെ കുറിച്ച് എനിക്ക് ഒരുമാതിരി ധാരണയുണ്ട്. ചെടികളെ കണ്ടാൽ അറിയാം, മൃഗങ്ങളെ കണ്ടാലും ഒരുമാതിരിയൊക്കെ അറിയാം. മുള്ളു കൊണ്ടാൽ എങ്ങനെ വേദനിക്കും എന്നറിയാം. പല മുള്ളും കൊണ്ടിട്ടും എനിക്ക് രോഗങ്ങൾ വന്നിട്ടില്ല. പല ചെളിയിൽ ചവിട്ടിയിട്ടും എനിക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം തുറന്നു പറയാം, അഹങ്കാരമല്ല, എനിക്ക് വയസ്സ് കുറച്ചായി. നിങ്ങളുടെ മുത്തച്ഛനേക്കാൾ കൂടുതലായി, ഇത്തിരി കൂടുതലായി. ഇതുവരെ എനിക്ക് ഡയബറ്റീസ് ഇല്ല, ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിച്ചിട്ടില്ല, കൊളസ്ട്രോൾ ഇല്ല. എന്തുകൊണ്ട്? ഈ മണ്ണിൽ സാധാരണ രീതിയിൽ ജീവിക്കാൻ ആദ്യകാലത്ത് ശീലിച്ചു. അതുകൊണ്ട് ഈ പറയുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. നമ്മൾ മണ്ണിൽ ഈ മണ്ണിലുള്ള എല്ലാമായിട്ടും ഇടപഴകി ജീവിച്ചത് കൊണ്ട് അതിനെ നേരിടാനുള്ള ശക്തി എൻ്റെ ശരീരത്തിന് കഷ്ടിച്ച് ഉണ്ടായി. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ. അതുപോലെ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ ഒരുപാട് വൈകാരികതകൾ, ഇല്ലായ്മകൾ, ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇടപഴകുമെങ്കിൽ അതിനെ നമുക്ക് അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടും, മാനസികമാണ്. പിന്നെ ഏത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്നൊരു തോന്നൽ നമുക്ക് ആദ്യമേ ഉണ്ടാകും. അത് ഇന്നത് കഴിച്ചാൽ മതി എന്നൊരു തൃപ്തി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീറ്റയോട് ആർത്തി നമുക്ക് തോന്നില്ല. നമ്മൾ ചെറുതാണ്, മോശമാണ്, ഇന്നിൻ്റെ തീറ്റയെ കൊള്ളാവൂ, ഇന്നിൻ്റെ ഉടുപ്പിട്ടാലേ നന്നാവൂ എന്നൊക്കെ തോന്നുമ്പോഴാണ് പൊങ്ങച്ചം വരുന്നത്. പൊങ്ങച്ചം ഉണ്ടെങ്കിൽ അത് ആരുടെ ലക്ഷണമാണെന്ന് നോക്കണം. പൊങ്ങച്ചം ഉള്ളവൻ അല്പനാണ്, അപകർഷതയുള്ളവനാണ്. ഞാൻ ഇൻഫീരിയറാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് പൊങ്ങച്ചം വരുന്നത്. ഞാൻ ഇൻഫീരിയർ അല്ല ഒന്നിനും ആർക്കും എന്ന് തോന്നിയാൽ ദൈവത്തിൻ്റെ മുന്നിൽ മാത്രമാണ് ഇൻഫീരിയർ എന്ന് തോന്നാം. അതാണ് എൻ്റെ പക്ഷം. ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈശ്വരന്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ താഴ്ന്നത് എന്ന് കഴിയും. അച്ഛനമ്മമാരും അതുമാണ്, ഗുരുക്കന്മാരും അതുമാണ്. നമ്മൾ മുകളിലാണെന്ന് കരുതുന്നു, അവർക്ക് നമ്മളിത് വില കൽപ്പിക്കുന്നു, നല്ല മൂല്യം കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു മനുഷ്യർക്ക് താഴെയുമല്ല, ഞാൻ മുകളിലുമല്ല, സമമാണെന്നെങ്കിലും വിചാരിക്കും. അങ്ങനെ കരുതുമ്പോൾ എൻ്റെ മാനസികമായ ബാലൻസ്, സന്തുലിതത്വം നിൽക്കും. എന്നെ ആർക്കും പ്രലോഭിപ്പിക്കാവില്ല, കൊതിപ്പിക്കാനൊക്കില്ല, നിരാശപ്പെടുത്താനൊക്കില്ല. എനിക്ക് അന്വിത അല്ലേ, അന്വിതയെക്കാളും 3 മാർക്ക് കുറവാണ്. അതുകൊണ്ട് അവളുടെ അസൂയ തോന്നില്ല, ഞാൻ കൊച്ചാണെന്നും തോന്നില്ല. മധുസൂദനൻ നായർ സാറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ചില നിമിഷങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടികൾ സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ദിസ് ഈസ് റിയലി അമേസിങ് ടൈം. നൗ ഈസ് 11:50. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 15-20 വർഷമായി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് നയിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തുലിതമായ ജീവിതം കൊടുക്കണമെങ്കിൽ ആദ്യമേ ആത്മബോധമുള്ള കുട്ടികളായിട്ട് അവർ വളർത്തും. ഒരാളും ഒന്നും കുറഞ്ഞവരല്ല. ചില കുട്ടിക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവായിരിക്കും. ആ കണ്ണിന് കാഴ്ച കുറവാണെന്ന് തോന്നൽ പോലും അവനുണ്ടാക്കരുത്. ആ കുഞ്ഞിന് വേറൊരു കഴിവുണ്ട്, അതുണ്ടെന്നൊരു ബോധം കൂടെ ഉണ്ടായിരിക്കും. ഇതിനെ കടന്നു കയറാനൊരു ശക്തി കുട്ടിക്ക് കൊടുക്കണം. നമ്മുടെ ഒരു കുഞ്ഞിനെ ഇതൊക്കെ ഇത്രയും കാലം ഞാൻ ഒന്നിലും എക്സ്പെർട്ടല്ല, വിദഗ്ധനല്ല, എൻ്റെ കാഴ്ചയും അനുഭവം കൊണ്ടോ എന്ന് പറയുക.
നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരേത് ഘട്ടത്തിലും ഒരു അപകടസന്ധി വന്നാൽ നേരിടാൻ തയ്യാറായിരിക്കണം. അമിതമായ കൊതി ഉണ്ടാവരുത്, അമിതമായ അസൂയ ഉണ്ടാവരുത്. പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം, സത്യത്തിൽ ഉറയ്ക്കാൻ പഠിക്കണം. സൗജന്യം കിട്ടിയാൽ എനിക്ക് അർഹതയുണ്ടോ ഇല്ലയെന്ന് ചിന്തിക്കാൻ പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം നമ്മൾ തെറ്റിക്കുന്നത് അവൻ എങ്ങനെ 2 മാർക്ക് കൂടുതൽ നേടാം ഒളിച്ചെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടാണ്. ഒളിച്ചെങ്കിലും ടീച്ചറെ ചെറുതായിട്ട് സ്നേഹിച്ച് 2 മാർക്ക് കൂടുതലാണ്. അത് കുട്ടിക്ക് 2 മാർക്ക് അറിയാതെ ടീച്ചർ ഇട്ട് കൊടുക്കും, മിണ്ടണ്ട ഇരിക്കട്ടെ എന്ന് പറയരുതെന്നാണ് എൻ്റെ പക്ഷം. ടീച്ചർ അറിയാതെ മാർക്കിട്ട് കൂട്ടിയപ്പോൾ കുട്ടിക്ക് 2 മാർക്ക് കൂടുതൽ വന്നുപോയി. നമ്മൾ കൊണ്ട് നോക്കുമ്പോൾ ആ 2 മാർക്ക് കൂടുതൽ കിട്ടിയാണ്, കിട്ടേണ്ടതല്ല. അപ്പം പറയും മിണ്ടണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് പോലും കുട്ടിയെ കറക്റ്റാക്കുന്നു. ഈ ടീച്ചറോട് പറയണം, ടീച്ചറെ ഈ 2 മാർക്ക് എനിക്ക് അർഹതപ്പെട്ടതല്ല, ഇത് തിരിച്ചെടുക്കും എന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ഇവിടെയാണ് ഒരു കുഞ്ഞ് ജയിക്കുന്നത്. ഇത് കടന്നു കയറിയാൽ എനിക്ക് സൗജന്യമായിട്ട് വേണ്ട, സൗജന്യം വേണ്ട, അർഹതയുള്ളത് മതി എന്ന് പറയുന്നു ടീച്ചർ. മോഡറേഷൻ എന്ന് പറയുന്നതിനെതിരെ ഒറ്റയ്ക്ക് പയറ്റിയ ഒരാളാണ് ഞാൻ. ഈ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പരീക്ഷാ പേപ്പർ നോക്കാൻ പോകാതായി. അപ്പം പരീക്ഷാ പേപ്പർ നോക്കാൻ ക്യാമ്പിൽ പോയില്ലെങ്കിൽ ശിക്ഷിക്കും. ഞാൻ പറഞ്ഞു എന്നെ ശിക്ഷിച്ചോളൂ, ഞാനത് നേരിട്ട് പോകാം. അതെന്തുകൊണ്ട്? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ ഒരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കുട്ടിക്ക് 7 മാർക്ക് ഇട്ട് കൊടുക്കും, പക്ഷേ സിൻഡിക്കേറ്റ് ബോർഡ് കൂടിയിട്ട് കുട്ടിക്ക് ബാക്കി 28 മാർക്കും കൂടെ ഇട്ട് കൂടുതൽ 28 മാർക്ക് സൗജന്യമായിട്ട് കൊടുത്ത് 35 മാർക്കാക്കി അവനെ ജയിപ്പിക്കുന്നു. പിന്നെ ഞാൻ 7 മാർക്ക് ഇട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ 28 മാർക്ക് സൗജന്യം കൊടുക്കുന്നവർ ബാക്കി 7 മാർക്ക് കൂടെ സൗജന്യം കൊടുക്കാൻ മതിയല്ലോ. ഇല്ലാത്തത് കൊടുത്ത് കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മതമുള്ളവരാക്കി നേരിടാനുള്ള ശക്തി കുട്ടിയെ കൊണ്ടാക്കണം. സത്യബോധമാണ് ഗാന്ധി എന്ന കവിത ആലോചിക്കണം. കുട്ടികൾ സത്യാന്വേഷണ പരീക്ഷകൾ ആദ്യം വായിക്കും. മഹാത്മാഗാന്ധി മലയാളത്തിൽ വായിക്കാം, ഇംഗ്ലീഷിലെ വായിക്കുമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇംഗ്ലീഷ് വായിക്കാം. നമ്മൾ ഈ ക്യാമ്പിൽ വരുന്ന എല്ലാവർക്കും അവസാനത്തെ ദിവസം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി മലയാളത്തിലുള്ള ബുക്ക് വായിക്കാം. മഹാദേവദേശായി ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് നമ്മൾ കാണുന്ന ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ദ ടൂൾസ്. അതിന് മലയാളത്തിൽ നന്നായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് അത് 30 രൂപ വിലയായിരുന്നു. അപ്പം ഞാനിവിടെ 10-100 കോപ്പി വാങ്ങി വയ്ക്കും. ഇവിടെ വരുന്ന ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാനത് കൊടുക്കുമായിരുന്നു ആ കാലത്ത്. എനിക്ക് വലിയ ആഗ്രഹം. ഗാന്ധി ഇത്രയുള്ള പ്രായത്തിൽ അപ്പുറത്തുള്ളതിൻ്റെ പേപ്പർ നോക്കി എഴുതിക്കുമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഏത് വാക്കാന്ന് പറയാമോ? ഏത് വാക്കാ? കെറ്റിൽ എന്നുള്ളത് ഡിക്റ്റേഷൻ. അത് പറ്റില്ല എന്ന് പറയാനുള്ള ഉൾക്കടത്തൊരു ബുദ്ധിയിലുണ്ടായെങ്കിൽ അവനാണ് നമ്മുടെ നേതാവ്. ആ നേതാവ് ഉള്ളപ്പോഴാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ തെറ്റായ വഴിക്ക് പോകുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷെ ഗാന്ധി ഭക്തൻ. കാരണം ഈ കുഞ്ഞു പരുവത്തിൽ നേടിക്കോ, രഹസ്യമായിട്ട് നേടിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആ രഹസ്യ നേട്ടം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഉറപ്പ് ഒരു കുഞ്ഞിലുണ്ടാക്കി കൊടുത്തത് ഒരു അമ്മയാണ്. ആ അമ്മയാണ് തൊഴിൽ. നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാർ നമുക്ക് നമസ്കരിക്കാൻ യോഗ്യരായി വരണം. ഒരു കൊച്ചു, എൻ്റെ മൂത്ത മകൾക്ക് 47 വയസ്സ്, നിങ്ങളെക്കാളും മൂത്തതായി. അവളുടെ കുഞ്ഞിനെ എനിക്ക് നമസ്കരിക്കണമെന്ന് തോന്നി ചിലപ്പോൾ.
തോന്നണം. നമ്മുടെ കുട്ടികൾ നല്ല സത്യസന്ധതയും നീതിബോധവും കർമ്മശക്തിയും സംതൃപ്തിയും ഉള്ളവരായി വളരാൻ നമ്മൾ സാഹചര്യം ഉണ്ടാക്കുമെങ്കിൽ ഭൂരിപക്ഷം കുട്ടികളും അങ്ങനെയുള്ളൂ. ചില ദുശാസന്മാരെവിടെയും കാണും. എല്ലാവരും അതെ, എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. നമ്മുടെ കോമ്പിനേഷൻ അങ്ങനെ ചിലപ്പോൾ വ്യത്യാസം കാണും. വ്യത്യാസം കാണുന്നത് ഓരോരുത്തരുടെയും ജന്മത്തിലെ പല ചേരുവകളുണ്ടാകും. അതിനെ ചരകസംഹിത എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവയിൽ വരുന്ന നേട്ടങ്ങളാണ്. സത്വം, രജസ്, തമസ് 3 തരം ഗുണങ്ങളാണ് എല്ലാത്തിനും വസ്തുക്കൾക്കും മനുഷ്യർക്കും ഉള്ളത്. ഇതിൽ ചിലത് തമോ ഗുണം കയറി നിൽക്കും, ചിലത് രജോ ഗുണം കയറി നിൽക്കും, ചിലത് സത്വ ഗുണം കയറി നിൽക്കും. ആ ഏറ്റക്കുറച്ചിൽ വരുന്നതിലാണ് ഈ സ്വഭാവ വ്യത്യാസം വരുന്നത്. ഇത് തന്നെ മോഡേൺ സയൻസ് വേറെ രീതി പറയും. ചില സസ്യങ്ങളിൽ കയ്പ് കൂടുതലായിരിക്കും, ചിലതിൽ എരി കൂടുതലായിരിക്കും. ഇഞ്ചി നോക്കിയാൽ, പൊടിച്ചു നോക്കിയാൽ വെള്ളമാണ്. കണ്ടിട്ടുണ്ടോ ഇഞ്ചി? കണ്ടിട്ടില്ല. ഇഞ്ചി പൊട്ടിച്ച് നോക്കുമ്പോൾ വെള്ളമാണ്. പക്ഷേ ബോട്ടണി ടീച്ചർ എന്നൊന്ന് പറയാൻ വേണ്ടിയാണ്. ഇതും പറയാം, ഇഞ്ചി ഫയർ എലിമെന്റ് കൂടുതലുള്ള, വാട്ടർ എലിമെന്റ് അല്ല ശാസ്ത്രപ്രകാരം. ഇഞ്ചി പൊളിച്ചു നോക്കുമ്പോൾ അത് വെള്ളം കൂടുതലാണ്, പക്ഷേ നാക്കിൽ വെച്ചാൽ നല്ല എരിയാണ്. അതാണ് ഫയർ എലിമെന്റ്, അഗ്നി ഗുണം ആണ്. അതുപോലെ മനുഷ്യരിലും സ്വഭാവത്തിൽ പല വ്യത്യാസം കാണാം, രുചിയിൽ പല വ്യത്യാസം കാണാം. എല്ലാവർക്കും എല്ലാം രുചിക്കില്ല. ചിലർക്ക് ചിക്കനാണ് ഇഷ്ടം, ചിലർക്ക് മട്ടനാണ് ഇഷ്ടം, ചിലർക്ക് ബീഫാണ് ഇഷ്ടം, അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രുചി വരും. ആ രുചിയും അവരവരുടെ ശരീര ഗുണം അനുസരിച്ചാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് വ്യക്തിയുടെ സ്വഭാവത്തിൽ സംസ്കരണം വരുത്താം. മഹാകുഴപ്പനായിരുന്ന ആളാണ് ഈ ഇന്ത്യൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഒരു സംസ്കരണം വരുത്താൻ തുനിഞ്ഞത് സ്വന്തം പിതാവ്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്പം പറഞ്ഞു. അപ്പോൾ ഒരച്ഛനും അമ്മയുമാണ് ശരിക്കുമുള്ള വിധാതാക്കൾ, ബ്രഹ്മാക്കൾ. ഒരു കുഞ്ഞ് എങ്ങനെ വളരും? ചിലര് അമിതമായി കൊടുത്തു വളർത്തും. അമിതമായി കൊടുത്തു വളർത്തുമ്പോഴും ചില കുട്ടികൾ അതിലങ്ങ് ചീത്തയായി പോകും. ഒരുപാട് വെള്ളവും വളവും ചെടി പെട്ടെന്ന് അഴുകി. ഒരുപാട് സ്റ്റെറോയിഡ് കൊടുത്തു വളർത്തുന്ന കോഴിയും പെട്ടെന്ന് വീർത്ത് പട്ടുപിടിക്കും. ഞാൻ പട്ടുപിടിക്കുന്ന കോഴികളെ കണ്ടിട്ടുണ്ട്. നാങ്കുനേരി എന്ന് പറയുന്ന തിരുനെൽവേലി നാങ്കുനേരിയിൽ 50,000 ചിക്സിനെ ഒരുമിച്ച് വളർത്തുന്നിടത്ത് ഞാൻ പോയി കണ്ടു. അപ്പം എല്ലാത്തിനും സ്റ്റെറോയിഡ് ഭക്ഷണം കൊടുത്ത് വളർത്തുക. വീർത്ത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വീർത്തു വരും. അങ്ങനെ വീർത്തു വരുന്ന കോഴി ഏതാനും ദിവസം കഴിയുമ്പോൾ തലയിട്ട് അറിയാൻ തുടങ്ങി, പട്ടുപിടിച്ചു. ആ കോഴിയാണ് ഇവിടെ കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഭ്രാന്ത് പിടിച്ച കോഴികളെയാണ് ഇവിടെ ഇറച്ചി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് കണ്ടിട്ട് വന്നതിന് ശേഷം ഞാൻ കോഴി ഇറച്ചി പാടെ നിരോധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വാങ്ങി കൊടുക്കരുത് പറയുക. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം വരെ അവരുടെ ശീല സ്വഭാവങ്ങളെയും മാനസികാവസ്ഥകളെയും ബാധിക്കും, ഉറപ്പാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഭക്ഷണം കൃത്രിമ ഭക്ഷണം. ഞാൻ ഒരു അപേക്ഷ ഇവിടെ ഇരിക്കുന്ന ഏതാനും കുറേ അമ്മമാരുണ്ടല്ലോ, അച്ഛന്മാരില്ല, ഇല്ലേ, മക്കളില്ലേ, ഒരു അപേക്ഷ വയ്ക്കുകയാണ്. ഞാനൊരു 10-20 വർഷം മുമ്പ് ആഗ്രഹിച്ചു തുടങ്ങിയതാണ്. എല്ലാ കുഞ്ഞിനെയും
കഴിയുന്നത്ര, എല്ലാവർക്കും സാഹചര്യം കിട്ടില്ല, കഴിയുന്നത്ര അമ്മ വച്ച അന്നം കൊടുത്ത് വളർത്തണം. അമ്മ രുചിയാണ് കുട്ടിയുടെ നന്മ രുചി, കുട്ടിയുടെ ഉണ്മ രുചി. അമ്മ രുചി അത് അമ്മമാർക്ക് മനസ്സിലാകും. ഭാവിയിൽ ചിലപ്പോൾ ഈ ഇരിക്കുന്ന കുഞ്ഞമ്മമാർക്കും മനസ്സിലാകും. അറിയൂ, ഏറ്റവും സംശുദ്ധമായ അന്നം കുഞ്ഞിന് ആദ്യം കൊടുക്കുന്നത് അമ്മയാണ്, അല്ലേ? ആദ്യം പിറക്കുന്ന വീട് അമ്മവയറാണ്. അതല്ലേ ആദ്യത്തെ വീട്? മോൾ എവിടെ പിറന്നത് ആദ്യം? അമ്മയുടെ വീട്ടിലാണ്, ആശുപത്രി? അമ്മയുടെ വീട്ടിൽ, വയറ്റിൽ. അതാ അന്വിത, അതാ അമ്മയുടെ വയറ്റില. അതാണ് ആദ്യത്തെ വീട്. പിറക്കുന്ന ആദ്യത്തെ വീട് അതാണ്. കിടക്കുന്ന ശയ്യ ജലശയ്യയാണ്. ഒരു ജലശയ്യയിലാണ്, വാട്ടർ ബെഡിലാണ് കിടക്കുന്നത്, അല്ലേ? അതുപോലെ ശയ്യ, സുരക്ഷിതമായ ഒരു ബെഡ് വേറെ. അവിടം തൊട്ട് അമ്മയുടെ ഹൃദയസ്പന്ദമാണ് ആദ്യം നമ്മൾ ഉണ്ണുന്നത്. പിന്നെ പിറന്നു വരുമ്പോൾ മുഴുവൻ, പിറന്നതിന് ശേഷവും അമ്മ ഊട്ടുന്ന പാലിൽ പ്രപഞ്ചരസമുണ്ട്. അതിൻ്റെ ശുദ്ധി വേറെയൊന്നും. ഒരാഹാരത്തിന് കിട്ടുന്ന ശുദ്ധിയല്ല, അതിനേക്കാൾ വലിയ ശുദ്ധിയാണ്. പിന്നെ അമ്മയ്ക്കാവുന്നിടത്തോളം നമുക്ക് എത്ര വയസ്സായാലും അമ്മയാണ് അന്നം വെച്ച് തരുന്നെങ്കിൽ അതിനകത്തൊരു കാവലും കരുതലും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് ആഹാരം വെച്ചിരുന്നത്. എനിക്ക് 90 വയസ്സായി വെച്ചു. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നെങ്കിൽ, അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ, അമ്മ എനിക്ക് വെച്ചിരുന്ന ആഹാരം പോലെ ശുദ്ധമായ ആഹാരം എൻ്റെ ഭാര്യ വെച്ചു. അത്ര കരുതലാണ്. അത് അമ്മയ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഴിയുന്നത്ര ഇന്ന് ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ അമ്മമാരും അമ്മമാരാകാതിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് പക്ഷേ നമുക്ക് കഴിയുന്നത്ര അമ്മ രുചി വേണം. അമ്മയെപ്പോലുള്ളവർ വയ്ക്കുന്നത് കമ്പനി രുചിയല്ല അമ്മ രുചി, തട്ടുകട രുചിയല്ല അമ്മ രുചി, വഴിയോരക്കട രുചിയല്ല അമ്മ രുചി. അമ്മ രുചി അമ്മയ്ക്ക് മാത്രമല്ല. അപ്പം ആ രുചി പ്രധാനം. നമ്മുടെ എല്ലാ രസവും ഭാവനയും സങ്കല്പവും നമ്മുടെ ഭാവവും പെരുമാറ്റവും എല്ലാം ഈ രുചിയിൽ നിന്ന് വരുന്നു. അമ്മ രുചി. അമ്മ പറയുന്ന വാക്ക് അതൊരു മോഡലാണ്. അമ്മയുടെ ഒരു നോട്ടം ഒരു മോഡലാണ്. വീട്ടിലാരെങ്കിലും വരുമ്പോൾ അമ്മ അവരെ സൽക്കരിക്കുന്ന രീതി, അതും നമുക്ക് ഒരു രുചിയാണ്. എങ്ങനെയാണ് അമ്മ ആളുകളോട് സംസാരിക്കുക, അമ്മയും അച്ഛനും. അതാണ് ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നതിൻ്റെ പാഠമായിട്ട് എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു വീട് ഒരു യൂണിവേഴ്സിറ്റിയാവും. അമ്മയും അച്ഛനും ചേർന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് കിട്ടുന്ന പാഠമാണ് ഒരു വ്യക്തിയെ ആദ്യം രൂപപ്പെടുത്തുന്നത്. സ്കൂളല്ല എന്നാണ് എൻ്റെ പക്ഷം. ഈ വീട്ടിലുള്ളവരുടെ അതേ ജോലി ഏറ്റെടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പണ്ടത്തെ സ്കൂളിൽ അതുണ്ടായിരുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ സാർ ആദ്യം വിളിക്കുന്നോടാ നാക്കുണ്ടാ പേടിക്കുന്നു, ഇന്ന് നാക്ക് ഓടിച്ചില്ലേ, പിടിക്കും ചോദിക്കും. അത് വീട്ടിൽ അച്ഛനും അമ്മയും മറന്നുപോയത് സാർ ഏറ്റെടുക്കുന്ന പിടിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ സാറിൻ്റെ അടുത്ത് അച്ഛൻ പറയുന്നത് അല്ലെങ്കിൽ അമ്മ പറയുന്നതാണ്, സാറെ രണ്ടും കൂടെ കൊടുക്കണമായിരുന്നു, 2 തല്ലൂടെ സാറ്. മോശപ്പെട്ട
പെരുമാറ്റം കുട്ടിക്ക് വീട്ടിലുണ്ടെങ്കിൽ അപ്പ പറയും സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല അടി വാങ്ങിച്ചിരുന്നു എന്ന് പറയും. സാറിന് അടിക്കാനും ശാസിക്കാനുള്ള അധികാരം അമ്മയും അച്ഛനും കൂടെ കൊടുത്തിരിക്കുന്നു, ഒരു സമൂഹം കൊടുത്തിരിക്കുന്നു. അതാണ് പണ്ട് വടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടത്. ഇപ്പൊ തിരിച്ചായി. ഇപ്പോഴ് ആ അധികാരം സാറിനില്ലെന്ന് മാത്രമല്ല, സാറിനെ അങ്ങോട്ട് ശിക്ഷിക്കാനുള്ള അധികാരം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കും, രക്ഷിതാക്കൾക്കും കൊടുത്തിരിക്കും. സമൂഹം ടീച്ചർ മൂന്നാംകിടയെ വെറും കൂലിക്കാരനായി. ടീച്ചർമാരും ശ്രമിക്കണം, ടീച്ചർമാരും അങ്ങനെ ആകാൻ സന്നദ്ധരായി. പല ടീച്ചർമാരും, അല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ ലേഡി ടീച്ചർമാരല്ല ഉദ്ദേശിക്കുന്നത്, അധ്യാപകർ വളഞ്ഞ വഴിയിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അർഹതയില്ലാത്ത ജോലി ടീച്ചർഷിപ്പ് വാങ്ങിക്കുന്നത് കൊണ്ട് ടീച്ചറാകാൻ കൊതിച്ചല്ല ടീച്ചറാകുന്നത്. ഈ ജോലി സുഖമാണെന്ന് കണ്ടിട്ടും ശമ്പളം കിട്ടുന്നതാണെന്ന് കണ്ടിട്ടുമാണ്. ടീച്ചറാകാൻ കൊതിച്ച് ടീച്ചറായിട്ടുള്ളവരാണെങ്കിൽ അവർ മാതാപിതാക്കളെക്കാൾ വലിയ ടീച്ചർമാർ. അതാണ് എൻ്റെ ധാരണ. ഇങ്ങനെയുള്ളൊരു ഇപ്പക്കുറവാണ് സേഫായിട്ടൊരു ജോലി, പിന്നെ സ്റ്റാറ്റസിന് പറ്റുന്ന ജോലി എന്നൊക്കെ തോന്നും, പിന്നെ കൂടുതൽ ലോൺ എടുക്കാൻ പറ്റുന്ന ജോലി. പലയിടത്തും 60 ലക്ഷം 70 ലക്ഷം 80 ലക്ഷം ഉണ്ടാക്കി കൊടുത്താണ് ടീച്ചറാകുന്നുള്ള കാര്യം എനിക്കെന്നല്ല കോടതിക്കും അറിയാം. കോടതി പോലും മിണ്ടുന്നില്ല. ഉണ്ടോ? ഇവിടെ സുപ്രീം കോടതിക്ക് വരെ അറിയാം പൈസ കൊടുത്താണ് ജോലി മാറ്റി. ആരും തടയുന്നില്ല. നമ്മുടെ നാട്ടിൽ നീതിയുണ്ടോ ന്യായമുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സത്യവും നീതിയും പുലർത്തേണ്ടുന്നത് അധ്യാപകരാണ്. സമൂഹത്തെ ഏറ്റവും കൂടുതൽ ദാസവേല ഉള്ള സമൂഹമാക്കി മാറ്റിയത് സർക്കാരുകൾ, എല്ലാ സർക്കാരുകളും യൂണിയനുകളും. ഇത് തുറന്നു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് വിധേയത്വമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളിനെ കുറ്റപ്പെടുത്തുക അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൽ ഒന്നാം തരം അധ്യാപകരും യോഗ്യതയുള്ള അധ്യാപകരും, മനസ്സുകൊണ്ടാണ് യോഗ്യത ഉണ്ടാകുന്നത്. അതുപോലുള്ള രക്ഷിതാക്കളും രക്ഷിതാക്കൾ എളുപ്പത്തിൽ നേടുന്നവരാവരുത്. ഈ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഇല്ലേ? ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കുട്ടിക്കും ട്യൂഷൻ്റെ ആവശ്യമില്ല. നല്ല ടീച്ചറും നല്ല അച്ഛനും അമ്മയും നല്ല സമൂഹവും നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ പ്രണയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. പ്രണയം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഒരാണിന് പെണ്ണിന് ആണിനോട് തോന്നുന്ന പ്രത്യേകിച്ചുള്ള ആകർഷണമല്ല പ്രണയം. പ്രണയം എന്ന് പറഞ്ഞാൽ എന്തിനോടും തോന്നുന്ന ഭക്തിയാണ്. മാത്തമാറ്റിക്സിനോട് അങ്ങേയറ്റം സ്നേഹം തോന്നുന്നു. സ്നേഹം തോന്നിയാൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും മാത്തമാറ്റിക്സ് നിങ്ങളുടെ മനസ്സിനകത്ത് കയറും. ബയോളജി അല്ലെങ്കിൽ ബോട്ടണി ടീച്ചർ ഓടിയോ? ബോട്ടണിയോട് നിങ്ങൾക്ക് സ്നേഹം തോന്നിയാൽ ബോട്ടണി നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കും. പിന്നെ നിങ്ങൾ അറിയാതെ അറിഞ്ഞു. എന്തിനോട് നിങ്ങൾക്ക് സ്നേഹം തോന്നുമോ അത് നിങ്ങളെ വിട്ടുപോകും. ഇതേ ഉള്ളൂ കാര്യം. പഠിക്കുന്ന കാര്യത്തിൽ അത്രയേ ഉള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഏതാണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങേ അറ്റത്തിരിക്കുന്നു. എത്രാം ക്ലാസ്? 4th. ആ, അവിടെ ഇരുന്നോളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത്
മൂന്നാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി, അത് കുറച്ചുകൂടെ കുഞ്ഞ്. ഞാനാണെങ്കിൽ കോളേജിൽ പ്രൊഫസറായിരിക്കും. എൻ്റെ കോളേജിൻ്റെ ക്യാമ്പസിൽ ഞാൻ നിൽക്കുന്നു. വൈകിട്ട് എന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ ഒരു കാറ് വരും. ആ കാറ് നോക്കി നിൽക്കുകയാണ്. കോളേജ് വിട്ടു, എല്ലാവരും പോയി. കോളേജ് വിട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ക്യാമ്പസിൽ നിൽക്കും. അപ്പോൾ ഈ കുഞ്ഞിനേക്കാൾ കുറച്ചുകൂടെ കുഞ്ഞൻ, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് വരുമോ, ഒരുത്തൻ ഇത്ര പൊക്കമുള്ള ഒരു സൈക്കിള് ഓടിച്ചു വരിക. ആ സൈക്കിളിൻ്റെ സീറ്റിൽ ഇരുന്നാൽ അവൻ്റെ കാലെത്തൂല. അതുകൊണ്ട് അവൻ ഈ 2 ഹാൻഡിലും പിടിച്ചിട്ട് ഇടയ്ക്ക് കൂടെ കാലകത്തോട്ടിട്ട് ഇങ്ങനെ ചവിട്ടി വരികയാണ്. ഇങ്ങനെ ഞാനിത് കണ്ടിട്ട് അന്തം വിട്ടു. ഇത്രയുള്ളൊരു കൊച്ചൻ അവൻ്റെ അപ്പൻ്റെ പൊക്കമുള്ള ഒരു സൈക്കിൾ എങ്ങനെ ചവിട്ടി? ഞാൻ പതുക്കെ മോൻ നിൽക്കാൻ നോക്കി. അവൻ പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് മോൻ ഇതാരുടെ സൈക്കിള്? അപ്പൻ്റെ. അവൻ പറഞ്ഞു അപ്പൻ്റെ. അപ്പൻ്റെ സൈക്കിളോ? ആ. ഇതെങ്ങനെ പഠിച്ചേ? എന്തായിരുന്നു പഠിക്കണേ? എന്തായിരുന്നു പറഞ്ഞാൽ എന്തിന് പഠിക്കുന്നത്? ഈ സൈക്കിൾ ചേർത്ത് എങ്ങനെ പഠിച്ചത്? അതെന്തിന് പഠിക്കണേ? പഠിത്തമൊന്നുമല്ല, അവൻ്റെ ജീവിതമാണ്. അവൻ അറിയാതെ താല്പര്യപ്പെട്ട് എടുത്തു വെച്ച് ചവിട്ടി അവൻ കണ്ടുപിടിച്ചു. ഈ സൈക്കിളിനെ കീഴടക്കുന്ന വിദ്യ അവൻ കണ്ടുപിടിച്ചു. ഞാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് അവനെ തൊഴുതു. എൻ്റെ ഗുരുവാണ് ശരിക്കും. എന്നെ അവനൊരു വലിയ പാഠം അന്ന് പഠിപ്പിച്ചു. എന്തിൽ നമ്മളെ മനസ്സർപ്പിക്കുമോ അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും. മനസ്സർപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കീഴടക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാർ മാർക്ക് വേണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മാർക്ക് കൊടുക്കുക. മാർക്കിൻ്റെ അപ്പുറത്തുള്ള മാർക്ക് നിങ്ങൾക്ക് നേടാനൊക്കും നിങ്ങൾക്കുള്ള വിഷയങ്ങളെ സ്നേഹിച്ചാൽ. അതാണ് പ്രണയിക്കുന്നത്. അതിനോട് സ്നേഹം തോന്നിയാൽ അപ്പുറത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പണ്ട് തക്ഷശിലയിൽ കേട്ടിട്ടുണ്ടോ? തക്ഷശിലയിൽ ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞ വൈസ് ചാൻസലർ. അതിനേക്കാൾ മുകളിലുള്ള ആളാണ് കുലപതി. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. 10,000 വിദ്യാർത്ഥികളെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ആളാണ് കുലപതി എന്ന് പറയുന്നത്. കശ്യപൻ എന്നാണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് കുട്ടികൾ ആയുർവേദം പഠിച്ചു. പഠിത്തം തീർന്നു. യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിക്കാർ ഒരാളുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ അടുത്ത വൈവാവസിയാണ്. അപ്പോൾ ഗുരു എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പഠനമെല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇല്ലാത്ത ചില സാധനങ്ങൾ കൊണ്ടുവരിക. ഓരോരുത്തരും 1-2 മാസം എടുത്തിട്ട് വന്നാലും തേടി പിടിച്ച് കൊണ്ടുവരിക. എല്ലാവരും പുറപ്പെട്ടു. ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. ചിലർ ചാക്കുകെട്ടുകൾ നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നു, ചിലർ എല്ലാത്തും കൊണ്ടുവന്നു. ഒരുപാട് ചുമന്നു കൊണ്ടുവന്നവരുണ്ട്. കുതിര വണ്ടി കയറ്റി വന്നവരും കാവണ്ടി കയറ്റി വന്നവരും ഒക്കെ. ഔഷധ ഗുണമില്ലാത്ത സാധനങ്ങൾ. ഒരുത്തം മാത്രം, ഇത്രയുള്ള ഒരു കൊച്ചൻ മാത്രം ഒന്നുമില്ലാതെ ഉണ്ട്. ഒരുത്തൻ മാത്രം. അപ്പം അവനെ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു. അവൻ 2 കൈയും വീശി സുഖമായിട്ട് ഒന്ന് വിളിക്കുകയാണ്. വിളിച്ചു, ദീപകൻ വരൂ. ഒന്ന് നിനക്കൊന്നും കിട്ടിയില്ലേ? ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഔഷധ ഗുണമില്ലാത്ത ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഗുരുവിനോട്: ഭഗവാനെ, ലോകത്ത് പ്രപഞ്ചത്തിൽ ഔഷധമല്ലാത്ത ഒന്നും ഇല്ല.
ഈ കാറ്റുപോലും ഔഷധമാണ്, ആകാശവും ഔഷധമാണ്, വാക്കും സങ്കല്പവും വരെ ഔഷധമാണ്. ഗുരു അവനെ തൊഴുതു, മനസ്സിലായി? ഗുരു അവനെ തൊഴുതു. അതാണ് കുട്ടി. എന്തുകൊണ്ട് ജീവൻ അങ്ങനെ തോന്നി? അവൻ മനസ്സുകൊണ്ട് എല്ലാത്തിലും മുഴുകി. നമുക്കിപ്പോ പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കണം. മനസ്സുകൊണ്ട് മുഴുകി നോക്കൂ, നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട, അത് അറിയാതെ നമ്മളിലേക്ക് വരും. സ്നേഹിക്കുന്നതല്ല നമ്മുടെ കൂടെ. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നോ അത് നമ്മുടെ കൂടെ എപ്പോഴും കാണും. അങ്ങനെ സ്നേഹിച്ചാൽ വിട്ടൊഴിയാത്ത ഒരു അമ്മയാണ് ഭാഷ. അങ്ങനെ വിട്ടൊഴിയാത്ത ഒരമ്മയാണ് സംഗീതം. നമ്മളെ വിട്ടൊഴിയാത്ത വേറൊരമ്മയാണ് കണക്ക്. ഈ അമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ആർക്കും ട്യൂഷൻ ഒന്നും വേണ്ട. നല്ല ടീച്ചർ പഠിപ്പിച്ചാൽ ഒന്ന് കേട്ടാൽ മതി. ഞാൻ ഈ പറയുന്നത് എന്തെന്നറിയോ? ഞാൻ BA പഠിച്ചത് മഹാത്മാഗാന്ധി കോളേജിലാണ്. അതുകൊണ്ട് MB മന്മഥൻ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ പ്രിൻസിപ്പലായിരുന്നു. തുറന്നു പറയട്ടാ. അന്ന് എല്ലാ പുസ്തകവും വായിക്കാൻ എനിക്ക് പൈസ ഇല്ല. അതുകൊണ്ട് ഗ്രാമറിൻ്റെ ഒത്തിരി വില പിടിപ്പുള്ള അന്നത്തെ രീതിയിൽ വിലയുള്ള ഒരു പുസ്തകം ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെ ക്ലാസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തു. കേരള പാണിനീയം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അത് ഞാൻ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കയ്യിലില്ല. ഞാൻ പഴയ നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്. സാറ് പറയുമ്പോൾ കുറിച്ചെടുക്കും, ശ്രദ്ധിക്കും. ആ സാറ് മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പം 1 വർഷമായി. ഞാൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിന് പോയിട്ട് വന്നതേ ഉള്ളൂ. 94 വയസ്സായി അദ്ദേഹം. ആ ഗുരു പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്കിന്നും നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരു ട്യൂഷനും ഇല്ല, പുസ്തകമില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ഒരു ഗുരുവിൻ്റെ കഴിവ്. ഞാൻ എൻ്റെ മഹാഗുരുവായിട്ട് ഇപ്പോഴും മനസ്സിൽ ആളാണ് അദ്ദേഹം. പുസ്തകം പോലും വേണ്ട പഠിക്കാൻ. നല്ല ഗുരുവിൻ്റെ വാക്ക് മതി. അത് കേട്ടിരിക്കുമ്പോൾ അകത്ത് വരും, നമ്മുടെ അകത്തേക്ക് നിറയും. അങ്ങനെ നിറയുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് അമ്മയുടെ സ്നേഹം പോലെ പകർന്നു തരുന്ന ഗുരു ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തത്. അത്തരം ഗുരുക്കന്മാർ വേണമെന്നാണ് എൻ്റെ പക്ഷം. ചിലപ്പോൾ ആ ഗുരു നുള്ളും, തല്ലും, ശകാരിക്കും, തലകുത്തനെ നിർത്തും, ഇതൊക്കെ ചെയ്യുമായി. പക്ഷേ ഒരമ്മയും കുട്ടിയെ തല്ലുന്നത് കൊല്ലാനല്ല, നന്നാക്കാൻ. ചെറുതായി ശിക്ഷിക്കുന്നത് നശിപ്പിക്കാനല്ല, കൂടുതൽ നന്നാക്കിയെടുക്കാൻ. നല്ല ഗുരു ആഗ്രഹിക്കുന്നത് ഗുരുവിനേക്കാൾ ശിഷ്യർ നന്നാവണമെന്ന്. അമ്മ ആഗ്രഹിക്കുന്നത് അമ്മയേക്കാൾ വലിയവനാവണം. അതുപോലെ നല്ല ഗുരു ആഗ്രഹിക്കുന്നത് എന്നെ തോൽപ്പിക്കുന്ന ശിഷ്യനുണ്ടാവണം. അതാണ് നല്ല ഗുരുവിൻ്റെ ലക്ഷണം. ചുമ്മാ പഠിപ്പിച്ച് ഇങ്ങനെ പോവുകയല്ല, ശമ്പളവും വാങ്ങിച്ച് പോവുക. ഓരോ കുഞ്ഞിലും ഒരു ഗുരു ഏറ്റവും നല്ല ഒരു ശക്തിയായിട്ട് വന്നിരിക്കും. അങ്ങനത്തെ നല്ല ഗുരുക്കന്മാർ നമുക്കുണ്ടാവും. 1ാം ക്ലാസ് തൊട്ടും അതിൻ്റെ മുമ്പ് തൊട്ടും ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല.
നമുക്ക് ഗൂഗിൾ ആശാനുണ്ട് അല്ലേ? ആ ആശാനാണ് എല്ലാം പറഞ്ഞു തരുന്നത്. വേറെ ആർക്കും ഒന്നും അറിഞ്ഞു എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എല്ലാം അതിൽ നോക്കിയാണ്. അതിൽ നോക്കി കിട്ടുന്നത് എല്ലാം ശരിയാണോ? അവർ പലർക്കും തേടിപ്പിടിച്ച് കൊണ്ട് തരും. പെട്ടെന്ന് തേടിപ്പിടിച്ച് കൊണ്ടുവരും. പക്ഷെ പെട്ടെന്ന് അവർ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്നതിനേക്കാൾ തേടിപ്പിടിക്കാനുള്ള കഴിവുള്ള ഒരു യന്ത്രം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മളത് ഉപയോഗിക്കണില്ല. ഈ സാധനം നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് ഞെക്കിയാൽ ഇപ്പോൾ ഗാലക്സിയുടെ പടം കാണിക്കാം. നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഗാലക്സി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് അത് തെളിയും ഇല്ലേ? ഈ നിമിഷം ഒരു 1000 ചന്ദ്രനെ നമുക്ക് കാണാം. പറ്റില്ലേ? ഒരു ചന്ദ്രനല്ല. മനസ്സോ ജപിയോ ഉപനിഷത്ത് പറയും. മനസ്സുകൊണ്ട് 1000 ചന്ദ്രന്റെ അടുത്തേക്ക് നമുക്ക് ഇപ്പൊ പോകാം. ഇത്രയും തന്നെ നമുക്ക് ഇപ്പൊ കഴിയും. നമ്മുടെ മൊത്തം DNA-യിൽ ഒരു 7% വർക്ക് ചെയ്യണുള്ളൂ. അങ്ങനെയല്ലേ ഇട്ടുള്ളത്? എത്ര ശതമാനം? 90% കൂടുതൽ ജങ്കാണ്. അതിന്റെ തിരുവോളം കൂടെ ഉണർന്നാൽ നമ്മുടെ വ്യക്തി എങ്ങനെ ഇരിക്കും? ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, സമയം നീളുമെങ്കിലും. പിന്നെ ശങ്കരാചാര്യർ 32 വയസ്സിൽ പോയാളാണ്. ഈ ശങ്കരാചാര്യരുടെ ഇടത്തിരിക്കുമ്പോൾ പത്തനംതിട്ട ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ എവിടെയോ ആണ് പത്തനംതിട്ടക്കാരൻ ഒരാൾ ശങ്കരാചാര്യരുടെ അടുത്ത് പോയി. ആളുടെ പേര് ശക്തിഭദ്രൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു നാടകം എഴുതിയിട്ടുണ്ട്, അങ്ങ് കേൾക്കണം. ശരി, വായിക്കൂ, കേൾക്കാം. അപ്പൊ ശക്തിഭദ്രൻ നാടകം മുഴുവൻ വായിച്ചു. ശങ്കരാചാര്യർ ഇത് മുഴുവൻ കേട്ടു, മിണ്ടാതിരുന്നു. മണിക്കൂറുകൾ അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. അപ്പൊ ശക്തിഭദ്രൻ വിചാരിച്ചു മോശമായിരിക്കും, അതുകൊണ്ട് അദ്ദേഹം മിണ്ടാത്തത്. ഇയാൾ നിരാശനായിട്ട് തിരിച്ചു പോയിട്ട് അയാളുടെ കയ്യിരുന്ന ഓല മുഴുവൻ പുസ്തകം തീയിലിട്ടു നശിച്ചു. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ശക്തിഭദ്രൻ ശങ്കരാചാര്യരെ കണ്ടു. ശങ്കരാചാര്യർ അപ്പം പറഞ്ഞു, ഒന്നാന്തരം നാടകമാണ് ആശീർവദിക്കാൻ. ഇയാൾ അന്തം വിട്ടു. അർത്ഥം അത് ഒന്നാം തരമാണ്. അപ്പൊ ഇദ്ദേഹം അന്നൊന്നും മിണ്ടാത്തത് കൊണ്ട് മോശമാണെന്ന് കരുതി ഞാൻ തീയിലിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു പോയി. തീയിലിട്ട് കളഞ്ഞെങ്കിൽ കാര്യം ചെയ്യും, വീണ്ടും വല എടുത്തോളൂ, എഴുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ വീണ്ടും പറഞ്ഞു. ഒരിക്കൽ കേട്ടതേ ഉള്ളൂ, ശങ്കരാചാര്യർക്ക് മുഴുവൻ മനസ്സിലായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഇരുന്നു. അത് മുഴുവൻ ശങ്കരാചാര്യർ പറഞ്ഞു കൊടുത്തു. ശക്തിഭദ്രൻ എഴുതിയെടുത്തതാണ് ആശീർവിടാമണി എന്ന് പറയുന്ന നാടകം എന്ന് പറയുന്നത്. സംസ്കൃതത്തിലുള്ളതാണ്. അന്ന് ഗണപതി ഉണ്ടായിരുന്നു നമുക്കറിയില്ല, പറയുന്നതിന് വേറെ അർത്ഥം കാണും. എന്തായാലും ഇദ്ദേഹം എഴുതിയത് 3 വർഷത്തിനകത്തുള്ള കാലം കൊണ്ടാണ്. 3 വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷം എന്ന് പറയുമ്പോൾ 375 ഗുണം 3 അല്ലേ? 365 ഗുണം 3. ഇത്രയും ദിവസം കൊണ്ടാണ് എഴുതിയത്. ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ 1,25,000 ശ്ലോകം ഉണ്ട്. 8 വരി വീതമുള്ള 4 വരി വീതമുള്ള 1,25,000 ശ്ലോകമുണ്ട്. ഇത്രയും എഴുതാൻ ഇദ്ദേഹത്തിന്റെ ഓർമ്മയുണ്ട്. അതും പോട്ടെ, പിന്നീട് ഒരു 100, 200, 300, 400 വർഷത്തിനിപ്പുറം സൂതന്മാര് ഇത് നടന്ന് പാടി മുഴുവൻ. ഈ 1,25,000 ശ്ലോകവും യവന്മാരുടെ തലയിൽ എങ്ങനെ ഇരുന്നു, ഓർമ്മയിൽ. ഇവനൊക്കെ സൂപ്പർ കമ്പ്യൂട്ടറാണ്. നമ്മുടെ തലയും അത് തന്നെയാണ്.
ഞാനിപ്പോൾ വയസ്സാം കാലത്ത് എന്നെക്കുറിച്ച് എന്നെ ലജ്ജിക്കുന്നുണ്ട്. എൻ്റെ ഈ കമ്പ്യൂട്ടർ നേരെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടേത് പുതിയ കമ്പ്യൂട്ടറാണ്, പുതിയ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ബ്രൗസ് ചെയ്താൽ എല്ലാം ഇങ്ങ് വരും. പോയി എല്ലാ ഓർമ്മകളും നിങ്ങളിലുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഇതുവരെയുള്ള അറിവിൽ പ്രപഞ്ചത്തിലുള്ള സർവ്വ കാര്യങ്ങളും മൈക്രോ അല്ലെങ്കിൽ നാനോ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ അണുവിലും അണുവായ രൂപത്തിൽ നിങ്ങളുടെ അകത്ത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ അതിനെ ഉണർത്തുക. അതിനാണ് ശ്രീ മാത്യു കോശി പറഞ്ഞ തപസ്. ഇവിടെ തപസ്സിൽ നിന്ന് ആർക്കു നേരം കോൺസെൻട്രേഷൻ, ഏറ്റവും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. ഒറ്റ കാര്യമുള്ളൂ. പണ്ട് വിദ്യാർത്ഥിയെ കുറിച്ചൊരു സംഗതി പറയും. അല്പാഹാരം, ജീർണവസ്ത്രം, ശ്വാനമുദ്ര, തഥൈവ ച കാകദൃഷ്ടി ബൃഹധ്യാനം. കാകദൃഷ്ടി ബൃഹധ്യാനം, ശ്വാനനിദ്ര തഥൈവ ച. അല്പാഹാരം, ജീർണവസ്ത്രം, ഏത് വിദ്യാർത്ഥി ലക്ഷണം. നിന്നുകൊണ്ട് മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കും. അത് കോൺസെൻട്രേഷനാണ്. ബഗം കൊക്ക് ഒറ്റ കാലിൽ നിൽക്കും. കൊക്കിനെ കാണാൻ പോലും യോഗം തിരുവല്ലക്കാർക്ക് പോലും ഇല്ല. ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട്. അവിടെ കവിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പുഞ്ചയൊക്കെ ഉണ്ട്. അവിടെ കൊക്ക്. അയ്യോ, അത് ആർക്കൈവ് പോലെയാണല്ലോ. കവിയൂർ പുഞ്ച കൊക്കില്ലേ? ഉണ്ട്. വെള്ളക്കൊക്കുണ്ട്, ധാരാളം. ഞാൻ രാവിലെ നശിച്ചു പോകും. നമ്മളെല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ നടക്കാനൊക്കെ പോകുമ്പോൾ സ്ഥിരം കാണും. ദൈവമേ, അത് നശിക്കാതെ നോക്കണം. പടമൊന്നും വിളിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണില്ല. അല്ല, അതൊരു പുഞ്ചയാ. അതുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് കാണില്ല. കുറച്ച് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്. ഇല്ലില്ല, അവിടെ റിസർവ്ഡ് ഏരിയ. അവിടെ ഗ്രാമപഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ റെസൊല്യൂഷനൊക്കെ അവിടെ ഇരിക്കും. നാളെ നല്ല നേതാക്കന്മാർ വന്നത് ശരിയായി. അവർ 4 വരി കവിത എഴുതിയല്ലോ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാ സാറേ? അത് വരട്ടെ. ഇത്രയും മാത്രം പറഞ്ഞിട്ട് വെച്ചാൽ ശ്വാനമിത്ര ഓർത്തുപോലെ കിടന്ന് കിടന്നു വല്ലതും തിന്നയച്ചു കിടക്കണം. അത് പറഞ്ഞു. ഉറക്കവും മിതമായിട്ട്. ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ അതും കൂടെ ആലോചിക്കണം. എപ്പോഴും കീറിയ തുണി ഉടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. വസ്ത്രത്തിൽ ശ്രദ്ധ വയ്ക്കരുത്. കല്യാൺ സിൽക്സിൽ പോയി ഇന്നതെടുക്കണം, ജയലക്ഷ്മിയിൽ പോയി ഇന്നെടുക്കണം, പോത്തീസിൽ പോയി ഇന്നെടുക്കണം എന്ന് വിചാരിക്കരുത്. ഉള്ളത് മതി. വസ്ത്രമല്ല പ്രധാനം, വസ്ത്രം പ്രകടനമാണ്. പിന്നെ അല്പാഹാരം എന്നും കുഴിമന്തി, മറ്റേത് ഷവർമ, അത് ഇതല്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം. അതിനാണ് അല്പാഹാരം. നമ്മുടെ എനർജിക്ക് വേണ്ടുന്ന ആഹാരം നല്ലത്. അതാണ് വീട്ടിൽ. ഇതൊക്കെയാണ് പറഞ്ഞത്. ഈ രീതിയിൽ നമ്മൾ സുഖം അറിവിലേക്ക് മാറ്റിയാൽ, അറിവാണ് സുഖം എന്ന് കരുതിയാൽ, നിങ്ങൾ ഭാവിയിലെ ഏറ്റവും വലിയ ലോകത്തിനെ നയിക്കാൻ പറ്റിയ കക്ഷികളായി വലിയ മനസ്സുള്ളവരാണ്. ഇതാണ് ആവശ്യം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. വേറെ അധികമൊന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ഉറപ്പിക്കണം. കുഞ്ഞുങ്ങൾ, എൻ്റെ ഒരു ആഗ്രഹം, നിർബന്ധമല്ല. ആരെയും നിർബന്ധിക്കാൻ പാടില്ല. അച്ഛനമ്മമാരെ പോലും നിർബന്ധിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെയുണ്ടോ? ആരെയും നിർബന്ധിക്കാൻ പാടില്ല. എങ്കിലും ആഗ്രഹം പറയാം. അതായത് എൻ്റെ അമ്മയും അച്ഛനും താണവരാണ്, മോശമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമോ? ഉണ്ടോ? ഏകശബ്ദത്തിൽ അതാണ് ആദ്യത്തെ ആവശ്യം. ഞാൻ നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞവൾ എന്നോ ഈ ഉറപ്പ് വേറെ പലതിലേക്കും വരും. എൻ്റെ
അച്ഛനും അമ്മയും നല്ലവരാണ്. ഞാൻ അരുൺ എന്നൊരു പയ്യനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എന്തിലാണ് അഭിമാനം എന്ന് ചോദിച്ചു. വളരെ മുമ്പ് എന്തിലാണ് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളത്? അപ്പോൾ അവൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു എന്നുള്ള അഭിമാനമാണ് അവനെ തൊഴണം. ആരും പറഞ്ഞു കൊടുക്കാതെ അവൻ പറഞ്ഞ. അപ്പം അങ്ങനെ ആ അഭിമാനം നിങ്ങൾക്കും വേണം. എൻ്റെ അച്ഛനും അമ്മയും മോശമാണ് നമ്മൾ ആരെങ്കിലും കരുതുമോ? ഇല്ല. എൻ്റെ നാട് മോശമാണ് എന്ന് തോന്നുമോ? തോന്നുമോ? ഇല്ല. അതുപോലെ എൻ്റെ ഭാഷ മോശമാണ് കരുതുമോ? ഏറ്റവും പ്രധാനം ഇത്രയാണ്: അച്ഛനും അമ്മയും ഭാഷയും നാടും. ഇത് വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം ലോകത്തെ ഏറ്റവും നല്ല പച്ചിലകളുള്ള നാട്ടിലാണ് നമ്മൾ. ലോകത്തെ ഏറ്റവും നല്ല നല്ല വെള്ളമുള്ള നാട്ടിലാണ് നമ്മൾ ചീത്തയാക്കിയതാണ്. ലോകത്തെ ഏറ്റവും നല്ല മണ്ണുള്ള നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള സസ്യങ്ങൾ ഉള്ള നാട്ടിലാണ്. ഏതാണ്ട് 1700 പച്ചിലകളെങ്കിലും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. വോട്ടർ ടീച്ചർ പറയുന്നത് 1700 പച്ചിലകളെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട്. ആരെയും ആശ്രയിക്കണ്ട. ബലമെടുക്കാതെ നല്ല വെള്ളം കുടിക്കാനുള്ള യോഗം നമുക്കുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്. അപ്പം നമ്മുടെ നാട് ഒട്ടും മോശമല്ല. 1. 2, ഈ ഫാനോ മറ്റേ അത്രയും ഉറപ്പിക്കണം. അതുപോലെ ഞാൻ ഉച്ചത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സംഗീതമയമായ, ഏറ്റവും കൂടുതൽ പദസ്വത്തുള്ള, ഏറ്റവും വലിയ ശേഷിയുള്ള ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം. ലോകത്തെ ഏറ്റവും കൂടുതൽ വൊക്കാബുലറി ഉള്ള ഭാഷയാണ് മലയാളം. ഏറ്റവും കൂടുതൽ സംഗീതമുള്ള ഭാഷയാണ് മലയാളം. ഏറ്റവും കൂടുതൽ താളമുള്ള ഭാഷയാണ് മലയാളം. ഏറ്റവും കൂടുതൽ ഭാവഗുണം ഉള്ള ഭാഷയാണ് മലയാളം. ഇത്രയും മ്യൂസിക്കൽ ക്വാളിറ്റി വേറെ ഒരു ഭാഷയ്ക്കും തമിഴിന് പോലും കിട്ടില്ല. ഞാൻ ഉറപ്പിച്ചും പറയാം. അത്രയും നല്ല ഭാഷയാണ്. അത്രയും കൂടുതൽ ഇതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവൂ. അതാണ് ഞാൻ പറഞ്ഞത് വൊക്കാബുലറി. ഏറ്റവും കൂടുതൽ പദശേഷി, പദശക്തി, പദസമ്പത്ത് ഉള്ള ഭാഷയാണ് മലയാളം. ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ ഇങ്ങോട്ട് പറയണം. ഇങ്ങോട്ട് പറയണം. വെള്ളം. ഇംഗ്ലീഷിൽ വേറെ വാക്ക് പറയും. അക്വ. ഒരു മുറി. പിന്നെ മലയാളത്തിൽ വേറെ ഒരു വാക്ക് നീര് അല്ലേ? ഇംഗ്ലീഷിൽ വേറെ വാക്ക് ഇത് ഒരുപാട് കുട്ടികൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വേസ്റ്റ് പോകും. പക്ഷേ മലയാളത്തിലാണെങ്കിൽ അമ്പസ്, അർണം, തോയം, പാനീയം, നീരം, ക്ഷീരം, അമ്പു, ശമ്പരം, ജീവനം, ഭുവനം, വനം, സലിലം, ഉദകം. എത്ര കയ്യോ? ഇനി ഒരു വാക്ക് പറയാം. ആകാശം. ഇംഗ്ലീഷിൽ എന്താ പറയും? ഇനി ഒരു വാക്ക്. ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്ക്. അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ വേറെയാണ്. അന്തരീക്ഷം. മിഡ് ഹെവൻ, അതാണ് അറ്റ്മോസ്ഫിയർ. വെൽക്കിൻ. ഇംഗ്ലീഷിൽ പറയും വെൽക്കിൻ എന്നൊരു വാക്കുണ്ട്. പിന്നെ ഉള്ള സ്പേസ്, അത് വേറെയാണ്. ആകാശം. ആകാശമല്ല, സ്പേസ്. വാനം, ഗഗനം, വ്യോമം, വിഹായസ്, നഭസ്, ഖം, ഇതെല്ലാം നമുക്ക് മലയാളത്തിലുണ്ട്. ഞാൻ 2 വരി ഇട്ട് പറയാം. 2 വരി. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാമോ? നിങ്ങൾ ഇംഗ്ലീഷിലല്ലേ പഠിക്കുന്നത്? വാനമേ ഗഗനമേ വ്യോമമേ
സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. മാനം, ഗഗനം, വ്യോമം, സുരസിദ്ധസ്ഥാനം, വിഹായസ്, നഭസ്. ഒരേ ആകാശത്തിനെ വിളിച്ചാണ് കിളികൾ പാടുന്നത്. വള്ളത്തോളിൻ്റെ കവിതയിലാണ് കിളിക്കൊഞ്ചൽ എന്നൊരു കവിതയിൽ. ആ കവിതയിൽ കിളികൾ ആകാശത്തെ നോക്കി പാടുന്നതാണ്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ സ്കൈ, ഓ സ്കൈ, ഓ സ്കൈ, ഓ സ്കൈ, ഓ സ്കൈ, ഓ സ്കൈ. ഞാൻ ഇത് ബോധ്യപ്പെടാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ഒരു കാര്യം ഉറക്കണം, 54 വർണ്ണങ്ങൾ എഴുതാനും 63 വർണ്ണങ്ങൾ ഉച്ചരിക്കാനും ഉള്ള മലയാള ഭാഷ. എഴുതാനും ഉച്ചരിക്കാനും ഇത്രയുണ്ട് ഉള്ള മലയാള ഭാഷ. 14,37,00,000 താളങ്ങളിൽ എഴുതാൻ കഴിയുന്ന മലയാള ഭാഷ. ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറയാം. 14,37,00,000 താളങ്ങളിൽ എഴുതാൻ മലയാള ഭാഷയ്ക്ക് കഴിവുണ്ട്. അത്തരം ഒരു ഭാഷ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ദരിദ്രവാസികളാണെന്ന് വിചാരിക്കും. അത് കരുതരുത്. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന അമൃതമയമായ അന്നമുള്ളപ്പോഴാണ് നമ്മൾ കമ്പനി തീറ്റ വരുത്തി സിക്കിയെന്നോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. വെളിയിൽ എല്ലാ ആഹാരത്തിനെയും ബഹുമാനിക്കാം. ലോകത്തുള്ള എല്ലാ ഭാഷയെയും അമ്മയായിട്ട് തന്നെ ആദരിക്കാം. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്, ഇല്ലേ? അതുപോലെ ആ വാത്സല്യം വേറെ എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സർഗശക്തി വലുതാക്കാൻ സ്വന്തം ഭാഷയും സ്വന്തം സംസ്കാരവും പ്രധാനം. അപ്പം നിങ്ങളുടെ ഓർമ്മ വലുതാവും. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലവും സമ്പത്തും അവൻ്റെ ഓർമ്മയാണ്. ഓർമ്മയാണ് ശക്തി. ആ ഓർമ്മയെ മുഴുവൻ നിലനിർത്തുന്നത് ഭാഷയിൽ കൂടെ നമ്മൾ പോകുന്ന ഓർമ്മയുടെ ലോകങ്ങളാണ്. ഒരു ഭാഷ കൊണ്ട് ഒരു ലോകത്ത് സഞ്ചരിക്കാം. ഒരു ഉദാഹരണം പറയാം. വാൽമീകി എന്നൊരു വാക്കിപ്പോൾ പറഞ്ഞു ഞാൻ. വാൽമീകി, നിങ്ങളുടെ മനസ്സെവിടെ പോയി? രാമായണത്തിൽ വരെ പോയി, അല്ലേ? ഗോൽഗത്ത മനസ്സെവിടെ പോയി? കാൽവറി, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പോയി. ഒരു വാക്ക് ഇത്രയും ദൂരം, ഇത്രയും വർഷം താണ്ടി ആ കഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. ഒരു വാക്ക് പറക്കുന്നത് എവിടേക്ക്? എത്ര ദൂരം പറക്കും നമുക്ക് അറിഞ്ഞു. ആ പറക്കുന്ന ദൂരമെല്ലാം നമ്മുടെ ഓർമ്മകളും ചെല്ലും. അപ്പോൾ ഓർമ്മബലം, ഓർമ്മകളുടെ വലിയ വലിയ പ്രപഞ്ചങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരാൻ വാക്കാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്ക് മറക്കരുത്. നമ്മുടെ വാക്കിന് നല്ല ഭംഗിയായിട്ട് നൃത്തം ചെയ്യാൻ പറ്റും. നല്ല ഒന്നാമത്തരം ഡാൻസറാണ് മലയാളം. ഇംഗ്ലീഷ് മുകളിലൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ കവിത എല്ലാം തുടങ്ങിയാൽ നല്ല ശരിക്ക് ഡാൻസ് ചെയ്യും. അത്രയും ഗംഭീരം. അത്രയും ഞാൻ നിങ്ങളുടെ ഇപ്പോൾ പറയുന്നുള്ളൂ. ഏറെ സമയം തന്നിട്ടുള്ള സാറ് നമ്മളെ എന്തുവാ പറയണ്ടത്? ഞാൻ 12 ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് 2 മണിക്ക് അടുത്ത പരിപാടിയേ ഉള്ളൂ. അന്നം എന്തെങ്കിലും ഉണ്ടാക്കാം. വേണ്ട സാറേ, ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്മിത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? സ്മിത്ത് തിരുവനന്തപുരംകാരനാ. സാറ് ആരെയും വിളിക്കണ്ട. ഞങ്ങൾക്ക് ഈ കേക്കിന് തന്നാൽ വലിയ കാര്യം. നമുക്ക് എല്ലാവർക്കും വൈൻഡപ്പ് ചെയ്യാം. എല്ലാം ക്ലിയർ അല്ലേ? ചോദ്യം ഒന്നും ചോദിക്കണ്ട സാറിന്, സമയം കളയണ്ട. നമുക്ക് സാറിനോടുള്ള നമ്മുടെ ഒരു ആദര സൂചകമായിട്ട് നമുക്കൊരു സമ്മാനമൊക്കെ കൊടുക്കുന്ന സാറിന് താല്പര്യമുള്ള നമ്മളെ റിസോഴ്സ് പേഴ്സൺസിനും എല്ലാം നല്ല പുസ്തകങ്ങളാണ് കൊടുക്കുന്നത്. വിൽഡ്യൂറിൻ്റെ എഴുതിയ ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ നല്ലൊരു പുസ്തകമാണ്. ഇത് കൊടുക്കാൻ നമ്മുടെ ഈ 5 ദിവസവും ക്യാമ്പിന് നമ്മുടെ ശക്തമായ നേതൃത്വമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ആൾ വളരെ സൈലന്റ് ആണ്. ഫോട്ടോയിലൊന്നും വരാതെ മാറിയിരിക്കുന്ന നമ്മുടെ
പ്രിയപ്പെട്ട സരൽ ആൻറ്റിയെ നമ്മൾ പറഞ്ഞു കൊടുക്കും വെള്ളിയൂറിന്റെ പുസ്തകത്തെ പറ്റി പുസ്തകം പരിചയപ്പെടുത്തി നല്ല പറഞ്ഞല്ലേ പറ. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. എത്ര വോളിയംസാ? 11 വോളിയംസ്. മൂന്നാമത്തെ പേര് പറയാമോ? സീസർ ആൻഡ് ക്രൈസ്റ്റ്, ഏജ് ഓഫ് ഫെയ്ത്ത്, അവർ ഓറിയന്റൽ ഹെറിറ്റേജ്. വായിക്കോ? ഇന്നലെ ആ പുസ്തകം എല്ലാവരും കണ്ട് വായിക്കണം. ഞങ്ങൾ റിയൽ പുസ്തകം എടുത്ത് ഇവർക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. സ്റ്റോറി ഓഫ് ഫിലോസഫി വായിച്ചോ? വായിക്കണം. അല്ല ഇവര് വായിക്കാറായില്ല. സ്റ്റോറി ഓഫ് ഫിലോസഫി ഒക്കെ വായിക്കണം. അവർ ഓറിയന്റൽ ഹെറിറ്റേജ് ശ്രദ്ധിച്ച് വായിക്കണം. ഗാന്ധിയെ പറ്റിയൊക്കെ എഴുതിയേക്കുന്നത് ഞാൻ ഇന്നലെ അത് ഇവർക്കൊരു ക്ലാസ് എടുത്തു. എന്തെല്ലാമാണ് പടിഞ്ഞാറൻ ലോകം നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചത്? സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ ഈ ഭാഗത്ത് അവർ ഓറിയന്റൽ സാറിന് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് ശരി. സാറിന്റെ ആയുധം എന്താണ്? സാറിന്റെ ആയുധം പേനയാണ്. ഞങ്ങള് വേൾഡ് ക്ലാസ് പാർക്കർ നമ്മുടെ ജിജു കൊടുക്കുന്നതാണ്. ജിജു ഇതുപോലെ എപ്പോഴും നമ്മളോടുണ്ട്. പക്ഷെ ആളിങ്ങനെ മാറി നിൽക്കും. അതുകൊണ്ട് അവർക്കുള്ള ദിവസവുമാണിത്. ജിജു സാറിന് അപേക്ഷിക്കുകയാണ്. ഈ സെഷൻ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് ഒരു ഫോട്ടോ സെഷൻ എടുക്കണം. സാറിനെ അവിടെ ഇരുത്തിയിട്ട് നമ്മളെല്ലാരും അവിടെ നിന്നിരിക്കണേ. മോനെ അലനെ സാറ് അങ്ങോട്ടിരുന്നോ? സാറേ നമുക്ക് ബാക്കിയുള്ള കുട്ടികളെ സാറിന് ചുറ്റും ഇരുന്നേ. എളുപ്പം നിലത്ത് കുറെ പേര് ഇനി ഫോട്ടോ എടുക്കാനാണ്. ഏതാണ് ഈ ഫോട്ടോഗ്രാഫർ ആംഗിളൊക്കെ പറയും? ഏതാണ് സാർ അവിടെ ഇരുന്നോ? സാർ അവിടെ ഒരു കസേര അല്ലേ? ആ കസേര മുമ്പോട്ട് പോയി മുമ്പോട്ടിട്ട് നമുക്ക് സാറിന് ഇവിടെ കൃത്യമായിട്ട് കിട്ടും. ഇവിടെ ഈ തൂണോട് ചേർത്ത് ആ കസേര മാറ്റി കസേര മാറ്റി ആയിട്ട് സാർ അവിടെ ഇരിക്കും. സാറേ ബാക്കിയുള്ളവരെല്ലാം സാറിന് ചുറ്റും നീ വയ്ക്കും. ലിഖിത എന്തി അതെടുത്ത് ഒപ്പിടിപ്പിര്. എന്റെ ബുക്കിലൂടെ ഒപ്പിടിപ്പിര്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. അത് മറ്റേ ഇവിടെ നടന്നു പോകാനുള്ള ദൂരമാണ്. ചോദിക്കുക സിവിൽ സർവീസ് അക്കാദമി എവിടെ വന്ന് ചോദിച്ചു. അല്ല ഒരു മിനിറ്റ്. നിങ്ങൾ ഈ സൈഡിലോട്ട് മാറി നിന്നോ കേട്ടോ. നമുക്ക് ബസ്സൊക്കെ ഇങ്ങോട്ടങ്ങ് മാറിക്കും. ആൾക്കാർ ഇങ്ങോട്ട് മാറിക്കും. നമ്മൾ അതൊക്കെ പുറത്തോട്ടിറങ്ങാം. ഞാൻ 4ാം ക്ലാസ് ലിഖിത എന്തി ചെരുപ്പിടാം. കോഴ്സ് ഓഫ് നോളജ്
അറിവിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൈ മൂവ് ചെയ്യുന്നത്. സ്മിത്ത് എന്ന് പറയുന്നത് പോകുന്നുണ്ടോ? ഇവിടെ ഞാൻ ബോക്സിംഗ് ആണെന്ന് സ്മിത്തിന്റെ വണ്ടി ആ ഡ്രൈവറെ കൊണ്ടുപോയി നമ്പർ ആ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഒരുപാട് പാട്ട് കൊടുക്കുക, പാട്ടും താളവും ഒരുപാട് പാട്ട്. ലോകത്തെ ഒരു AI ടൂളിനും സൃഷ്ടിക്കാൻ ഓർക്കാത്ത മനോഹരമായ ഒരു കലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫോണ്ടിൽ ലോകത്തെ ഏതെങ്കിലും ഒരു AI ടൂള് സൃഷ്ടിച്ചു തരാമോ? അതാണ് നമ്മൾ കിട്ടുന്നത്. സൂപ്പർ സാറേ, താങ്ക് യു വെരി മച്ച്. സാറേ ഒരു മിനിറ്റ്. എല്ലാ യന്ത്രത്തിൽ പൊട്ടുന്നവരുണ്ട്, കയ്യക്ഷരം അക്ഷരത്തിനൊരു വാളിന്റെ പവറാണ് ആകെ ഉപയോഗിക്കുന്നത്. എന്താ പേര്? സ്വന്തമാണ്, യോഗ്യാണ്. ഏപ്രിൽ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കാണ്. നമ്മളിപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിനടുത്തുള്ള ആരുടെ വീട്ടിലാണ്? മധുസൂദനൻ നായർ സാറിന്റെ വീട്ടിലാണ്. സാറ് കഴിഞ്ഞ ഒരു 2 മണിക്കൂറായിട്ട് നമ്മളെ ഒരു എന്തുവാ പറയണ്ട, ഒരു ആനന്ദ സാഗരത്തിൽ ഒരു ആറാട്ട് നടത്തുകയായിരുന്നു. സത്യമാണോ പറഞ്ഞത്? മനോഹരമായിട്ടൊരു നല്ല മുഖത്തിന്റെ സ്നേഹത്തോടുകൂടി കൊച്ചുകുട്ടികളെയൊക്കെ കൈപിടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഐ എം ഗെറ്റിംഗ് വെരി വെരി ഇമോഷണൽ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് അവിസ്മരണീയമായ ഒരു നിമിഷമില്ലായിരുന്നു? തീർച്ചയായിട്ടും. അതുകൊണ്ട് സാറിന്റെ ഒരു വരി എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്ന അക്ഷരം കൊണ്ട് നീ എന്ത് ചെയ്തു? സാറ് വാക്കിനെ കുറ്റി ഇപ്പൊ പറഞ്ഞ. അതുകൊണ്ട് മലയാളത്തിന്റെ പുണ്യമാണ് സാറേ. ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ എത്ര തീർത്താലും കടപ്പാടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ സെഷനും അവസാനിപ്പിക്കുന്നത് നമ്മൾ സ്മോൾ എയിംസ് എ ക്രൈം അബ്ദുൽ കലാം സാറിന്റെ നമ്മുടെ സാറിന്റെ ഒച്ചമയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ വന്നൊരു ക്രിസ്ത്യാനൻസ് ആയോ, ഞങ്ങൾക്ക് നല്ല കേക്കും ജ്യൂസും പഴവും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ഇനിയിപ്പം വേറെ ഫുഡ് അറേഞ്ച് ചെയ്യാനൊക്കെ സാറ് പറയുകയാണ്. ദിസ് ഈസ് അൺബിലീവബിൾ. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും സ്പേസ് തന്നു, ഞങ്ങൾക്ക് സ്നേഹം തന്നത് വലിയ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ
ഏറ്റു പറയണം കലാം സാറിന്റെ ഇത് as a young citizen of India, armed with technology, knowledge, and love for my nation, I realize small aim is a crime. 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 So this is a group of students and youngsters who believe that small aim is a crime. That is why they have travelled all the way from Tiruvalla to Trivandrum, covering 125 kilometers to meet one of the greatest teachers of our time. Thank you very much. Bye bye.